Praise the Lord. ദൈവത്തിന് സ്തോത്രം. Shall we read from Revelation chapter 16 once again? വെളിപ്പാട് പുസ്തകം 16-ാം അധ്യായത്തിൽ നിന്ന് നമുക്ക് ഒരിക്കൽ കൂടി വായിക്കാം. Verses 12 to 16. 12 മുതൽ 16 വരെയുള്ള വാക്യങ്ങൾ. ആറാമത്തവൻ തന്റെ കലശം യൂഫ്രാത്തീസ് എന്ന മഹാനദിയിൽ ഒഴിച്ചു. കിഴക്ക് നിന്ന് വരുന്ന രാജാക്കന്മാർക്ക് വേണ്ടി വഴി ഒരുങ്ങേണ്ടതിന് അതിലെ വെള്ളം വറ്റിപ്പോയി. മഹാസർപ്പത്തിന്റെ വായിൽ നിന്നും മൃഗത്തിന്റെ വായിൽ നിന്നും കള്ളപ്രവാചകന്റെ വായിൽ നിന്നും തവളയെപ്പോലെ 3 അശുദ്ധാത്മാക്കൾ പുറപ്പെടുന്നത് ഞാൻ കണ്ടു. ഇവ സർവ്വഭൂതലത്തിലുമുള്ള രാജാക്കന്മാരെ സർവശക്തനായ ദൈവത്തിന്റെ മഹാദിവസത്തിലെ യുദ്ധത്തിന് കൂട്ടിച്ചേർപ്പാൻ അത്ഭുതങ്ങൾ ചെയ്തുകൊണ്ട് അവരുടെ അടുക്കിലേക്ക് പുറപ്പെടുന്ന ഭൂതാത്മാക്കൾ തന്നെ. ഞാൻ കള്ളനെ പോലെ വരും. തന്റെ ലജ്ജ കാണുമാറ് നഗ്നനായി നടക്കാതിരിപ്പാൻ തന്റെ ഉടുപ്പ് സൂക്ഷിച്ചും ജാഗരിച്ചും കൊള്ളുന്നവൻ ഭാഗ്യവാൻ. അവരെ എബ്രായ ഭാഷയിൽ ഹർമഗദോൻ എന്നു പേരുള്ള സ്ഥലത്തിൽ കൂട്ടിച്ചേർത്തു. And the 6th angel poured out his vial upon the great river Euphrates, and the water thereof was dried up, that the way of the kings of the east might be prepared. And I saw 3 unclean spirits like frogs come out of the mouth of the dragon, and out of the mouth of the beast, and out of the mouth of the false prophet. For they are the spirit of devils, working miracles, which go forth unto the kings of the earth and of the whole world, to gather them to the battle of that great day of God Almighty. Behold, I come as a thief. Blessed is he that watcheth and keepeth his garments, lest he walk naked and they see his shame. And he gathered them together into a place called in the Hebrew tongue Armageddon. Praise the Lord. ദൈവത്തിന് സ്തോത്രം. A big war is going to take place. ഒരു മഹായുദ്ധം നടക്കുവാൻ പോകുന്നു. It's going to happen in a few years' time. ചില വർഷങ്ങൾക്കുള്ളിൽ അത് സംഭവിക്കുവാൻ പോകുന്നു. And 2 armies are being formed to participate in that battle. ഈ യുദ്ധത്തിൽ പങ്കെടുക്കുവാൻ 2 സേന ഉരുവായിക്കൊണ്ടിരിക്കുന്നു. Not lakhs but crores of people are going to die in that battle. ലക്ഷങ്ങളല്ല യുദ്ധത്തിൽ കോടിക്കണക്കിന് ആളുകൾ മരിച്ചു പോകും. So these 2 armies are being formed today itself. ആകയാൽ ഇന്ന് തന്നെ ഈ 2 സേനയും രൂപവൽകൃതമാകുന്നു. One group of people are getting trapped by the powers that work behind the Antichrist. എതിർ ക്രിസ്തുവിന്റെ പിന്നാലെ പ്രവർത്തിക്കുന്ന ശക്തിയാൽ ഒരു കൂട്ടം ആളുകൾ ചതിക്കപ്പെട്ട് കെണിയിൽ കുടുങ്ങിക്കൊണ്ടിരിക്കുന്നു. So people are going from deception to deception and believing lies and following after them. വ്യാജത്തിൽ വിശ്വസിച്ച് അതിനെ പിൻപറ്റിക്കൊണ്ട് ആളുകൾ വഞ്ചനയിൽ നിന്ന് വഞ്ചനയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. Satan has his chosen ones and he's using them mightily these days to do his work. സാത്താന് താൻ തിരഞ്ഞെടുത്ത ആളുകളുണ്ട്. ഈ നാളുകളിൽ തന്റെ പ്രവൃത്തിക്കായി അവനവരെ ശക്തമായി വിനിയോഗിക്കുന്നു. So on the other hand, God is also forming his army. മറുഭാഗത്ത് ദൈവം തന്റെ സേനയെ ഉരുവാക്കുന്നു. Satan's chosen ones are very busy these days. They are spreading his theology, his philosophy, and dragging people through movies, through writing books by new philosophies, new religions, and through songs, through music. He's diverting the masses away from God. സാത്താന്റെ ആളുകൾ ഈ നാളുകളിൽ വളരെ തിരക്കേറിയ നിലയിൽ തങ്ങളുടെ പ്രവർത്തനങ്ങളിൽ വ്യാപൃതരായിക്കൊണ്ടിരിക്കുന്നുണ്ട്. സാത്താന്റേതായ തത്വസംഹിതങ്ങൾ, ആശയങ്ങളെല്ലാം തന്നെ സിനിമകളിലൂടെ, ചലച്ചിത്രങ്ങളിലൂടെ, പുസ്തകങ്ങളിലൂടെ, മറ്റു പല മാധ്യമങ്ങളിൽ കൂടെ അവർ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ആളുകളെ ജനത്തിൽ നിന്ന് അവർ വ്യതിചലിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. So when Satan's chosen ones, some human beings chosen by Satan are working so swiftly, so busily on earth for Satan, ആകയാൽ സാത്താനാൽ തിരഞ്ഞെടുക്കപ്പെട്ട സാത്താന്റെ ഒരു കൂട്ടം ആളുകൾ വളരെ ദ്രുതഗതിയിൽ, വളരെ അതിവേഗത്തിൽ സാത്താന്റെ പ്രവൃത്തിയെ ചെയ്തുകൊണ്ടിരിക്കുന്നു. What are we, God's chosen ones, doing? എന്നാൽ ദൈവത്തിന്റെ വൃതന്മാർ അഥവാ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട നാം ഇപ്പോൾ ചെയ്യുന്നതെന്ത്? Just like they are busy, we are also called God's elect, isn't it? What are we busy on God's behalf? അവർ സാത്താനാൽ തിരഞ്ഞെടുക്കപ്പെട്ടവർ തിരക്കേറിയവരായി പ്രവൃത്തികളിൽ വ്യാപൃതരായിരിക്കുമ്പോൾ ദൈവത്തിന്റെ വൃതന്മാരായ നാം ദൈവം നമുക്ക് തന്നിരിക്കുന്ന പ്രവൃത്തികളിൽ അത്ര തിരക്കോടെ വ്യാപൃതരായിരിക്കുന്നുണ്ടോ? Today 6 months of this year are over. ഇപ്പോൾ ഈ വർഷത്തിലെ 6 മാസക്കാലം കഴിഞ്ഞിരിക്കുന്നു. Halfway through the 7th month also. 7-ാം മാസത്തിന്റെ പകുതിയും കഴിഞ്ഞിരിക്കുന്നു. From the beginning of this year till now, what have we done for God? ഈ വർഷത്തിന്റെ ആരംഭം മുതൽ ഇന്ന് വരെ ദൈവത്തിന് വേണ്ടി നാം ചെയ്തിട്ടുള്ളത് എന്ത്? Just like Satan's chosen ones are busy for Satan, what have we been busy about for God?
സത്താന് വേണ്ടി സത്താനാൽ തിരഞ്ഞെടുക്കപ്പെട്ടവർ വളരെ തിരക്കേറിയ നിലയിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടതായ നാം ദൈവത്തിനായിട്ട് എന്ത് ചെയ്തു? One of our former pastors, one Pastor Don, used to say, every Christian knows John 3:16, but very few Christians know 1 John 3:16. എല്ലാ ക്രിസ്ത്യാനികൾക്കും തന്നെ യോഹന്നാൻ 3:16 അറിയാം, എന്നാൽ 1 യോഹന്നാൻ 3:16 മിക്കവാറും ക്രിസ്ത്യാനികൾക്ക് അറിയില്ല എന്ന് പരിതനായ പാസ്റ്റർ ഡോൺ അവർ പറയാറുണ്ടായിരുന്നു. We all know that God so loved the world that he gave his only begotten son, that whosoever believeth in him should not perish but have everlasting life. ദൈവം തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്നവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. ഇത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. But read 1 John 3:16. എന്നാൽ 1 യോഹന്നാൻ 3:16 വായിക്കാം. അവൻ നമുക്ക് വേണ്ടി തന്റെ പ്രാണനെ വെച്ചുകൊടുത്തതിനാൽ നാം സ്നേഹം എന്തെന്ന് അറിഞ്ഞിരിക്കണം. നാമോ സഹോദരന്മാർക്ക് വേണ്ടി പ്രാണനെ വെച്ചുകൊടുക്കേണ്ടതാകുന്നു. Hereby perceive we the love of God, because he laid down his life for us, and we ought to lay down our lives for the brethren. So we all know that Jesus laid down his life for us, but we forget our duty. We have to lay down our lives for the brethren. യേശു തന്റെ ജീവനെ നമുക്കായി തന്നു എന്നുള്ളത് നമുക്കറിയാം. എന്നാൽ നമ്മുടെ കർത്തവ്യം നാം മറക്കുന്നു. നാം നമ്മുടെ ജീവനെ അവന് വേണ്ടി വെച്ചു കൊടുക്കേണ്ടതാകുന്നു. So many other Christians are involved in so many ministries all over the world these days. ആകയാൽ മുഴുലോകത്തിലുമായി മറ്റു ക്രിസ്ത്യാനികൾ പലവിധമായ പ്രവർത്തനങ്ങളിൽ വ്യാപൃതരായിരിക്കുന്നു. There is something called marketplace ministry. Many Christians are involved in their workplace. They've started ministries. അത് മാർക്കറ്റ് പ്ലേസ് മിനിസ്ട്രി എന്ന് പറഞ്ഞാൽ ഒരു പുതിയ നിലയിലുള്ളതായ ശുശ്രൂഷയുണ്ട്. അവർ തങ്ങളുടെ ആ ജോലി സ്ഥലത്തും ശുശ്രൂഷ ചെയ്യുന്നു. There are many who after their working hours and in holidays don't waste their times. They go to villages, they go to hospitals, they go to prisons and do ministry. അനേകർ തങ്ങളുടെ പ്രവൃത്തി സമയങ്ങൾ കഴിഞ്ഞിട്ട് അവധി ദിനങ്ങളിൽ സമയം പാഴാക്കാറില്ല. അവർ ഈ ശുശ്രൂഷയ്ക്കായിട്ട് ഗ്രാമങ്ങളിലേക്കും കാരാഗൃഹങ്ങളിലേക്കും ഒക്കെയും പോയി ശുശ്രൂഷ ചെയ്യുന്നു. I know people who are doing ministries amongst beggars, amongst destitute, those who have been forsaken, those who are on the roadsides, those who are mad. യാചകന്മാരുടെ ഇടയിൽ, മറ്റുള്ളവരാൽ തള്ളപ്പെട്ടവരുടെ ഇടയിൽ, തിരുക്കളിൽ അലഞ്ഞു നടക്കുന്നവർ, ഭ്രാന്തന്മാർ, ഇവരുടെ ഇടയിൽ ശുശ്രൂഷ ചെയ്യുന്ന ആളുകളെ എനിക്കറിയാം. And there are people who do ministry amongst eunuchs. ഷണ്ണന്മാരായിരിക്കുന്ന ആളുകളുടെ മധ്യേ ശുശ്രൂഷ ചെയ്യുന്നവരുമുണ്ട്. There are converted Brahmins who are doing ministries amongst Brahmins. ബ്രാഹ്മണന്മാരുടെ ഇടയിൽ നിന്ന് മാനസാന്തരപ്പെട്ടതായ ആളുകൾ അവർ ബ്രാഹ്മണരുടെ ഇടയിൽ ശുശ്രൂഷ ചെയ്യുന്നുണ്ട്. There are those who are doing ministries amongst those who are working in the film industry. നോക്കുക, ചലച്ചിത്ര മേഖലയിൽ അവിടെ ശുശ്രൂഷ ചെയ്യുന്ന, അവിടെ മുൻപ് പ്രവർത്തിച്ചിരുന്ന ആളുകളുണ്ട്. In Chennai, in so many places there are prayer cells in schools, colleges and workplaces. ചെന്നൈയിൽ ധാരാളമായി പ്രസംഗിക്കുന്ന സ്കൂൾ, കോളേജ്, ഇങ്ങനെതായ ജോലി സ്ഥലങ്ങളിൽ there are prayer cells. അവിടെ പ്രാർത്ഥനാ ഗ്രൂപ്പുകളുണ്ട്. So, and it's spreading. People are joining, people are accepting Jesus in these last days. അതങ്ങനെ വ്യാപിച്ചുകൊണ്ടിരിക്കുന്നു. ആളുകൾ അവിടെ വന്നു ചേരുന്നു. ഈ അന്ത്യനാളുകളിൽ അനേകർ കർത്താവായ യേശുവിനെ രക്ഷിതാവായി സ്വീകരിക്കുന്നു. In India, in one day, approximately 30,000 people are being saved. ഭാരതത്തിൽ ഏകദേശം ഒരു ദിവസം 30,000 ആളുകൾ രക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. Very nice. But what have we contributed for that? അത് വളരെ നല്ലതാണെങ്കിലും അതിൽ നമ്മുടെ സംഭാവന എന്താണ്? So this aspect of we giving our lives for the brethren is something that is very much lacking in our midst. ആകയാൽ സഹോദരന്മാർക്ക് വേണ്ടി പ്രാണനെ വെച്ചു കൊടുക്കുക എന്നുള്ള അനുഭവം നമ്മുടെ മധ്യേ വളരെ ദുർലഭമാണ്. We are coming for ourselves. That's also spiritual selfishness. നാം നമ്മുടെ ആവശ്യങ്ങൾക്കായി വരുന്നു. അത് ഒരു ആത്മീക സ്വാർത്ഥത മാത്രം. So there is a growth in ourselves when we labor for others. ആകയാൽ നാം മറ്റുള്ളവർക്ക് വേണ്ടി അധ്വാനിക്കുമ്പോൾ നമ്മിൽ ഒരു വളർച്ചയുണ്ടാകുന്നു. So 1 minute shall we close our eyes? ഒരു നിമിഷം നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം. When Satan's chosen ones are so busy working for Satan, we can't be like this. It's not right. സത്താനാൽ തിരഞ്ഞെടുക്കപ്പെട്ട ആളുകൾ വളരെ തിരക്കേറിയവരായി പ്രവർത്തിക്കുമ്പോൾ നാം ഒരിക്കലും ഇങ്ങനെ മിണ്ടാതെ ഇരിക്കുന്നത് ഒരിക്കലും നല്ലതല്ല. So what are we busy about? ആകയാൽ നാം ഏതിൽ വ്യാപൃതരാകണം? Are we building the kingdom of God? നാം ദൈവരാജ്യം പടുത്തുയർത്തുന്നുവോ? Are we busy for Jesus? നാം യേശുവിന് വേണ്ടി തിരക്കുള്ളവരാണോ? Are we laying down our lives for the brethren? സഹോദരന്മാർക്കായി പ്രാണനെ നാം വെച്ചുകൊടുക്കുന്നുണ്ടോ? Or are we sweating only for our own families? നമ്മുടെ കുടുംബത്തിന് വേണ്ടി മാത്രം വിയർപ്പ് ചിന്തി അധ്വാനിക്കുകയാണോ? God should give us that large heartedness, that Christian blood should run through our veins. അതെ, ക്രിസ്തീയ രക്തം നമ്മുടെ ശരീര നരമ്പുകളിൽ കൂടി ഒഴുകുവാൻ തക്കവണ്ണം
that Christian blood should run through our veins. നമ്മുടെ സിരകളിൽ കൂടി ആ ക്രിസ്തീയ രക്തം ഒഴുകണം. And God should give us that large heartedness to love others, to be burdened for others. മറ്റുള്ളവരെ സ്നേഹിച്ച് അവർക്ക് വേണ്ടി ഭാരപ്പെടുന്ന ഒരു വിശാല ഹൃദയം നമ്മുടെ ദൈവം നമുക്ക് നൽകട്ടെ. But we have been accustomed not to doing these things. എന്നാൽ ഈ വിധമായ കാര്യങ്ങൾ ചെയ്യാത്ത നിലയിൽ നാം ആചാരത്തിൽ കുടുങ്ങിയിരിക്കുന്നു. God should change us. ദൈവം നമ്മെ മാറ്റണം. Therefore the Lord said, therefore go forth in my name and disciple all nations. ആകയാൽ കർത്താവ് പറയുന്നു, നിങ്ങൾ എൻ്റെ നാമത്തിൽ പുറപ്പെട്ടു ചെന്ന് സകല ജാതികളെയും ശിഷ്യന്മാരാക്കിക്കൊള്ളുവിൻ. How many want grace and an anointing to do ministries in your fields, in your areas? നിങ്ങളുടെ പ്രവർത്തന മേഖലകളിൽ ശുശ്രൂഷ ചെയ്യുവാനുള്ള കൃപയും അഭിഷേകവും നിങ്ങളിൽ എത്ര പേർക്ക് വേണം? In the presence of God, let's put up our right hand. ദൈവസന്നിധിയിൽ നമ്മുടെ വലങ്കൈ ഉയർത്തിപ്പിടിക്കാം. The Lord will change our captivity. കർത്താവ് നമ്മുടെ പ്രവാസം മാറ്റും. The Lord will take away that lack of interest for others. മറ്റുള്ളവർക്ക് വേണ്ടിയുള്ള താല്പര്യക്കുറവിനെ ദൈവം മാറ്റിത്തരും. God is going to give us that burden for souls. ആത്മാക്കൾക്ക് വേണ്ടിയുള്ള ഭാരത്തെ ദൈവം നമുക്ക് നൽകും. God is going to give those words and that anointing to go and tell others about Jesus. മറ്റുള്ളവരോട് യേശുവിനെ പറയുവാനുള്ള വാക്കും അഭിഷേകവും കർത്താവ് നമുക്ക് നൽകും. God is going to bring many souls to this fold through our evangelism. നമ്മുടെ സുവിശേഷീകരണത്തിലൂടെ ഈ കൂട്ടത്തിലേക്ക് ദൈവം അനേകം ആത്മാക്കളെ കൊണ്ടുവരും. For that anointing, for that grace, for that wisdom, let us praise God. ആ അഭിഷേകത്തിനായി, ആ കൃപയ്ക്കായി, ആ ദൈവജ്ഞാനത്തിനായി നമുക്ക് എല്ലാവർക്കും സ്തോത്രം ചെയ്യാം. Stotra, 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 stotra. Praise you, Jesus. We praise you, Lord. We praise you, Lord. Praise you, Lord. We praise you. We praise you. We praise you. We praise you. Today we'll see some more ways in which the adversary is working. ഇന്ന് നമ്മുടെ പ്രതിയോഗി പ്രവർത്തിക്കുന്ന ചില ഭാഗങ്ങളെ കൂടെ നമുക്ക് നോക്കാം. The plans of the devil in how he is gathering his group of people and how they are deceptively falling into his trap. സാത്താൻ തന്റെ ആളുകളെ എങ്ങനെ കൂട്ടിച്ചേർക്കുന്നു എന്നും അവരെങ്ങനെ വഞ്ചിക്കപ്പെട്ടവരായി അവന്റെ അടിച്ചവിടുകളെ പിൻപറ്റുന്നു എന്നുമുള്ളതായ അവന്റെ പദ്ധതികളെ നമുക്കൊന്ന് നോക്കാം. In the year 1776, 1776 ആണ്ടിൽ a group of people got together. ഒരു കൂട്ടം ആളുകൾ ഒരുമിച്ച് കൂടി. They are from different countries. അവർ വിവിധ ദേശങ്ങളിൽ നിന്നുള്ളവർ. And they made a plan. അവർ ഒരു പദ്ധതി ഉണ്ടാക്കി. Let's form an organization. നമുക്കൊരു സംഘടന ഉണ്ടാക്കാം. This organization should survive even after our death and go on for many generations. നമ്മുടെ മരണത്തിന് ശേഷവും ഈ സംഘടന നിലനിൽക്കണം. മാത്രമല്ല തലമുറ തലമുറയായി ഇത് നിലനിൽക്കുക തന്നെ വേണം. The agenda, the aim of this organization is to take control of the world. ഈ സംഘടനയുടെ മുഖ്യ ലക്ഷ്യം, അവരുടെ അജണ്ട എന്നത് മുഴുവൻ ലോകത്തിന്റെയും നിയന്ത്രണം ഏറ്റെടുക്കുക. So they called a Roman Catholic priest, and he defected from the Roman Catholic priesthood and came out, and he was a very, very intelligent man. He wrote down the plans on how after many generations or centuries even this group can take control of the world. ആകയാൽ അവർ ഒരു റോമൻ കത്തോലിക്ക പുരോഹിതനെ തങ്ങളുടെ ഭാഗത്തേക്ക് വിളിച്ചു. അദ്ദേഹം ആ പൗരോഹിത്യം ഉപേക്ഷിച്ചിട്ട് താൻ ഈ കൂട്ടത്തിലേക്ക് വന്നു. താൻ വളരെ ബുദ്ധിശാലിയായ ഒരു മനുഷ്യനായിരുന്നു. ആകയാൽ ഇവരുടെ മരണത്തിന് ശേഷവും തലമുറ തലമുറയായി ഈ സംഘടന നിലനിന്ന് ഒടുവിൽ ലോകത്തിന്റെ നിയന്ത്രണം ഏറ്റെടുക്കത്തക്കതായ മാർഗനിർദ്ദേശം താൻ അവർക്ക് നൽകി. So he made a plan. താൻ ഒരു പദ്ധതി ആസൂത്രണം ചെയ്തു. There are many details in that plan which I don't want to go into. അതിൽ ധാരാളം വിശദാംശങ്ങളുണ്ട്, നമുക്കതിൽ പിന്നീട് പ്രവേശിക്കാം. But this group that started in 1776 survives even today. 1776 ആരംഭിച്ചതായ ഈ സംഘടന അത് ഇന്നും നിലനിന്ന് പോരുന്നുണ്ട്. That is their symbol. അതാകുന്നു അവരുടെ ചിഹ്നം. Now if you look at this is a pyramid. ഇപ്പോൾ നോക്കിയാൽ കാണാം, ഇതൊരു സ്തൂപികയാണ്, ഒരു പിരമിഡ്. On the last stone at the bottom of the pyramid you see some Roman numerals. അവിടെ ആ പിരമിഡിന്റെ അവസാനത്തെ നിരയിലുള്ളതായ ആ കല്ലിൽ ചില റോമൻ അക്കങ്ങൾ കാണാം. MDCCLXXVI. അങ്ങനെ ചില അക്കങ്ങൾ അതിൽ കൊത്തിയിട്ടുണ്ട്. M is 1000. M എന്നാൽ 1000. D is 500. D എന്നാൽ 500. C is 100. C എന്നാൽ 100. L is 50. L എന്നാൽ 50. X is 10. We all know X, V and I. X is 10, V is 5 and I is 1. നമുക്കറിയാം, ഇതൊക്കെ അറിയാവുന്നതാണ്. X എന്നാൽ 10, I എന്ന് പറഞ്ഞാൽ 1.
The total is 1776, the year in which this group started. അതിന്റെ മൊത്തസംഖ്യ എന്നത് 1776 ആണ്. അന്നാണ് ഈ സംഘടന ആരംഭിച്ചത്. These are Roman numerals. ഇവയെല്ലാം തന്നെ റോമൻ സംഖ്യകളാണ്. The letter M, which values as 1000, came later. The early numbers were from D to I. ഈ എം എന്നുള്ളത് പിന്നീടാണ് വന്നത്. ആരംഭകാലങ്ങളിൽ ഉണ്ടായിരുന്നത് ഡി മുതൽ ഐ വരെയുള്ളതായ അക്കങ്ങൾ മാത്രം. So M was added later on. ആകയാൽ എം എന്നുള്ളത് അവർ പിന്നീട് കൂട്ടിച്ചേർത്തു. It's noteworthy to observe that if you add all the numerals D, C, L, X, V, I, you add all those letters, you will get 666. ഈ ഡി സി എൽ എക്സ് വി ഐ ഇതെല്ലാം നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് 666 കിട്ടും. So now this is the year in which they started this group. അവർ ഈ ഗ്രൂപ്പ് ആരംഭിച്ചതായ ആ വർഷത്തിൽ there are many other groups that have also joined this group and they exist today in various names. അവരോടുകൂടി വിവിധ ഗ്രൂപ്പുകൾ ചേർന്നു. അവർ ഇന്നുവരെ നിലനിൽക്കുന്നു. അത് വിവിധ പേരുകളിലായിരുന്നു. So at the bottom underneath the pyramid you see 3 letters. These are Latin words. ആ പിരമിഡിന് താഴെയായി 3 വാക്കുകൾ കാണാം. അത് ലാറ്റിൻ വാക്കുകളാണ്. Novus means new. നോവസ് എന്നുണ്ട്. അതിന്റെ അർത്ഥം ന്യൂ അഥവാ പുതിയത്. Ordo means order. ഓർഡോ എന്ന് പറഞ്ഞാൽ ഒരു ക്രമം. Seclorum means secular or this worldly. സെക്ലോറം എന്ന് പറയുമ്പോൾ മതേതരം അഥവാ ലൗകികമായത്. So the meaning of this word novus ordo seclorum means new world order. അതിന്റെ അർത്ഥം എന്തെന്ന് പറഞ്ഞാൽ പുതിയ ലോകക്രമം. What does that mean? അതിന്റെ അർത്ഥം എന്ത്? This group plans to bring about a new kind of government, a new kind of control over the people of this world. ആകയാൽ ഈ ഗ്രൂപ്പ് എന്നുള്ളത് ജനത്തിന്റെ മേൽ ഒരു പുതിയ വിധത്തിലുള്ളതായ ഒരു നിയന്ത്രണം, ഒരു ഭരണക്രമം കൊണ്ടുവരുവാൻ ആഗ്രഹിക്കുന്നു. It's not a small group, it's a big group. ഇതൊരു ചെറിയൊരു ഗ്രൂപ്പ് അല്ല, അതൊരു വലിയ ഗ്രൂപ്പ് തന്നെയാണ്. It's a very powerful group. അത് വളരെ ശക്തിമത്തായ ഒന്നാണ്. That's why I told you yesterday that this symbol appears on the US $1 bill at the back. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്, ഇന്നലെ നിങ്ങൾ പറഞ്ഞത് US-ന്റെ $1 ബില്ലിൽ അതിന്റെ പുറകുവശത്ത് ഈ ചിഹ്നം ഉണ്ട്. So although this group is a secret society, they are powerful enough to put it on US currency. ഇവർ ഒരു രഹസ്യ സമൂഹമാണെങ്കിൽ തന്നെയും US കറൻസിയിൽ പോലും തങ്ങളുടെ ചിഹ്നം കൊണ്ടുവരത്തക്ക നിലയിൽ വളരെ ശക്തിയുള്ള ഒരു കൂട്ടമാണ്. So behind the scenes, without our knowledge, there are powers, there are organizations, there are groups, there are millionaires who are getting together and slowly, step by step, their agenda which they charted, which they wrote down many centuries ago, slowly they are fulfilling. ആകയാൽ നമുക്കറിയാതെ തന്നെ പശ്ചാത്തലത്തിൽ ഈ ലോകത്തിന്റെ നിയന്ത്രണം ഏറ്റെടുക്കുവാൻ പ്രവർത്തിക്കുന്ന വളരെ ശക്തിയുള്ളതായ സംഘടനകളുണ്ട്. എത്രയോ നൂറ്റാണ്ടുകളായി അവർ തങ്ങളുടെ ഉദ്ദേശപ്രാപ്തിക്ക് വേണ്ടി ആ സംഘടനകൾ ആരംഭിച്ച് പതുക്കെ അവർ അതിൽ മുന്നേറിക്കൊണ്ടിരിക്കുന്നു. Coming back to this chart, നമുക്ക് ഇപ്പോൾ ആ ചിഹ്നത്തിലേക്ക് വന്നാൽ you see there an eye embedded in a triangle. അവിടെ ഒരു ത്രികോണത്തിൽ പതിച്ചിരിക്കുന്നതായ ഒരു കണ്ണ് കാണാം. On the second day I said it was an eye of a pelican. I was wrong. It's an eye of a hawk, which also belongs to the eagle family. ഞാൻ ആദ്യമായി നിങ്ങളോട് പറഞ്ഞപ്പോൾ അത് ഒരു പെലിക്കൻ ഗ്രൂപ്പിൽപ്പെട്ടതാണെന്ന് ഞാൻ പിന്നീട് പറയുകയുണ്ടായി. എന്നാൽ അത് ഈ കഴുകന്റെ കുടുംബത്തിൽപ്പെട്ടതായ മറ്റൊരു പക്ഷിയുടെ കണ്ണാണ്. So the name of this god, it's an Egyptian god called Horus, Horus. ഇത് ഒരു മിസ്രൈമ്യ ദേവതയുടെ കണ്ണാണ്. ആ ദേവതയുടെ പേര് ഹോറസ് എന്നാകുന്നു. It's called the all-seeing eye of Horus, the eye of Horus that can see everything. ഈ ഹോറസിന്റെ കണ്ണുകൾക്ക് എല്ലാം കാണാം. ആകയാൽ സർവ്വവും കാണുന്ന ഹോറസിന്റെ നയനം എന്ന് വിളിക്കപ്പെടുന്നു. Now what does that mean? ഇതിന്റെ അർത്ഥം എന്താണ്? You see, our God is omnipresent. He is everywhere. നോക്കുക, നമ്മുടെ ദൈവം സർവ്വവ്യാപിയാണ്. അവൻ എല്ലായിടത്തുമുണ്ട്. So if we are now having a meeting here, ഇപ്പോൾ നമുക്ക് ഇവിടെ ഈ സ്ഥലത്ത് ഒരു യോഗമുണ്ടെന്നിരിക്കട്ടെ. so God is here. ആകയാൽ ദൈവം ഇവിടെയുണ്ട്. At the same time, if a Christian meeting is going on in Sudan, God will be there also. അതേസമയം സുഡാനിൽ വെച്ചാണ് ഒരു ക്രിസ്തീയ യോഗം ഇപ്പോൾ നടക്കുന്നതെങ്കിൽ അവിടെയും ദൈവമുണ്ട്. So that's the meaning of omnipresent. സർവ്വവ്യാപി എന്ന് പറയുന്നതിന്റെ അർത്ഥം ഇതാണ്. But Satan is not omnipresent. എന്നാൽ സാത്താൻ അവൻ സർവ്വവ്യാപിയല്ല. He has to go from place to place. അവൻ ഓരോ സ്ഥലങ്ങളിലേക്കും സഞ്ചരിച്ചേ മതിയാകൂ. That's why in the story of Job, when Satan came him to the presence of God, God asked him, "Whence comest thou?"
ആകയാൽ ഇയ്യോബിന്റെ കഥ നമ്മൾ വായിക്കുമ്പോൾ അവിടെ സാത്താൻ യഹോവയുടെ സന്നിധിയിൽ ചെന്നപ്പോൾ ദൈവം അവനോട് ചോദിക്കുന്നു, നീ എവിടെ നിന്ന് വരുന്നു? And what was his answer? അവൻ നൽകിയ മറുപടി എന്തായിരുന്നു? From going to and fro, up and down in the earth. അവൻ ഇപ്രകാരമാണ് പറയുന്നത്, ഭൂമിയിൽ ഞാൻ നെടുകയും കുറുകയും മീതെയും താഴെയുമായി ഊടാടി സഞ്ചരിച്ചു വരുന്നു. So Satan is not omnipresent like God. He has to go from place to place. ആകയാൽ സാത്താൻ ദൈവത്തെ പോലെ സർവ്വവ്യാപിയല്ല, അവൻ ഒരിടത്തു നിന്ന് മറ്റൊരിടത്തേക്ക് യാത്ര ചെയ്യേണ്ടതായിട്ടുണ്ട്. If that be so, then how can he have an all-seeing eye? How can he have an eye that looks at everything? അവന്റെ അവസ്ഥ ഇങ്ങനെയാണെങ്കിൽ പിന്നീട് എങ്ങനെ എല്ലാം കാണത്തക്കതായ കണ്ണ് അവനുണ്ടാകും? അഥവാ ഒരിടത്തു നിന്നുകൊണ്ട് എല്ലാം അവന് കാണുവാൻ പിന്നീട് എങ്ങനെ കഴിയും? So he can't see everything at the same time, and so he has to do that artificially. ആകയാൽ ഒരേ സമയത്ത് എല്ലാം കാണുവാൻ അവന് കഴിയുകയില്ല, എങ്കിലും കൃത്രിമമായി അതിനുള്ള ഉപാധികൾ നിർമ്മിക്കുവാൻ കഴിയും. So that's being developed today electronically through surveillance systems all over the world, so that people can be spied upon and our movements can be monitored. ആകയാൽ ഇന്ന് ഇലക്ട്രോണിക് ഉപകരണങ്ങളിൽ കൂടെ ഇങ്ങനെ ഓരോ ആളുകളുടെയും ചലനങ്ങളെ നിരീക്ഷിക്കത്തക്കതായ സംവിധാനങ്ങൾ ഇന്ന് നിലവിൽ വന്നുകൊണ്ടിരിക്കുന്നു. Today, if you go in America, if you leave your house in the morning and return home after work in the evening, you will have been snapped photographed by about 300 cameras. ഇന്ന് അമേരിക്കയിൽ രാവിലെ ഭവനത്തിൽ നിന്ന് പുറപ്പെട്ട് വൈകുന്നേരം തിരിച്ച് വീട്ടിലേക്ക് വരുന്നതിനിടയ്ക്ക് ഒരു 300 നിങ്ങളുടെ ഫോട്ടോ എങ്കിലും നിങ്ങളുടെ ഒരു 300 സ്ഥലത്തെങ്കിലും ഫോട്ടോ എടുത്ത് കാണും. In the tube train that is in Europe, if you go from one end to the other end, there are about 6,000 cameras in different places. യൂറോപ്പിലുള്ളതായ നിങ്ങൾ ആ തുരങ്കത്തിലുള്ളതായ റെയിൽ പാതയിൽ കൂടെ പോയാൽ അവിടെ 6000 ക്യാമറകളെങ്കിലും സ്ഥാപിച്ചിട്ടുണ്ട്. So whether you like it or not, you are being watched. നിങ്ങൾ ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും നിങ്ങൾ ഒരു നിരീക്ഷണത്തിലാണ്. Shortly we are all going to be given ID cards with RFID embedded in it. RFID പതിക്കപ്പെട്ടതായ തിരിച്ചറിയൽ കാർഡ് വളരെ വേഗത്തിൽ നമുക്ക് എല്ലാവർക്കും ലഭിക്കും. Today in America, RFID is being embedded into clothes, into bags, in shaving blades, in vegetables, in cars, and in almost everything. ഇന്ന് അമേരിക്കയിൽ ഈ RFID എന്നത് വാഹനങ്ങളിൽ, ചന്തകളിൽ, പച്ചക്കറികളിൽ, വസ്ത്രങ്ങളിൽ ഒക്കെയും പതിച്ചിട്ടുണ്ട്. Outwardly, it's just business techniques, they say, because when a person goes to buy, say, a blade from a shop, they want to know which shop he's buying from, what blade he's buying, what are his preferences. So it helps in business management, but the actual meaning behind it is you are losing your privacy. അവർ പറയുന്നത് ഇപ്രകാരമാണ്, ഇതൊരു വ്യാപാര തന്ത്രം മാത്രമാണ്. ഒരു വ്യക്തി ഏത് കടയിൽ പോയി ഏത് ബ്ലേഡ് വാങ്ങുന്നു, അത് ഉപയോഗിക്കുന്നതിൽ തന്റെ താല്പര്യങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കാം. ഇങ്ങനെ പറഞ്ഞാലും വാസ്തവത്തിൽ നിങ്ങളുടെ സ്വകാര്യതയെ അവർ കവർച്ച ചെയ്യുകയാണ് ചെയ്യുന്നത്. So this is how electronically the devil is going to take control of the whole world, and he is going to develop an all-seeing eye where he can supervise the movements of every human being on earth. ആകയാൽ ഇങ്ങനെ ഇലക്ട്രോണിക് ഉപകരണങ്ങളിലൂടെ അവൻ ഇന്ന് ഈ വിധമായ സംവിധാനങ്ങൾ നിങ്ങളെ നിരീക്ഷിക്കുവാനുള്ളതായ സംവിധാനങ്ങൾ ഉരുവാക്കിക്കൊണ്ട് നമ്മുടെ ഓരോ ചലനങ്ങളും നിരീക്ഷിക്കത്തക്കതായ എല്ലാം കാണുന്ന കണ്ണ് ഇങ്ങനെ ഉരുവാക്കിക്കൊണ്ടിരിക്കുന്നു. Many years ago, I think it was in the year 1948, a science fiction writer called H.G. Wells wrote a book, a novel. 1948 തോന്നുന്നു H.G. വെൽസ് എന്നതായ ഒരു പുസ്തക രചയിതാവ് താൻ ഇപ്രകാരം ഒരു പുസ്തകം എഴുതി. The title of the book is 1984. അദ്ദേഹത്തെ എഴുതിയതായ പുസ്തകത്തിന്റെ പേര് പ്രകാരമാണ് 1984. So in that book he's saying in 1984 this surveillance system is going to come all over the world, and some people are going to take control of the world. ഈ വിധമായ നിരീക്ഷണ സംവിധാനങ്ങൾ 1984 ആകുമ്പോഴേക്കും നിലവിൽ വന്ന് ചില ആളുകൾ ലോകത്തിന്റെ നിയന്ത്രണം ഏറ്റെടുക്കുമെന്ന് ആ പുസ്തകത്തിൽ പറയുന്നു. Although it is happening just like he has predicted in his book, it's not happened in 1984. അത് 1984 സംഭവിച്ചതല്ല, അങ്ങനെ സംഭവിക്കുമെന്ന് താൻ ആ പുസ്തകത്തിൽ പ്രവചിക്കുന്നു. Although he has said it's not happened in 1984. അദ്ദേഹം അങ്ങനെ പറഞ്ഞുവെങ്കിലും 1984 അത് സംഭവിച്ചില്ല. Why? Because there's someone stopping it. No, I'm not ready as yet. The Holy Spirit is hindering that progress. എന്തുകൊണ്ടെന്നാൽ ഒരാൾ അത് തടയുന്നു, പരിശുദ്ധാത്മാവ് ആ പ്രക്രിയയ്ക്ക് തടസ്സക്കാരനായി നിൽക്കുന്നു. So the work is going on and it will reach its finality at some stage.
ആകയാൽ ആ പ്രവൃത്തി പക്ഷേ നടന്നുകൊണ്ടേയിരിക്കുന്നു. ഒരു പ്രത്യേക ഘട്ടത്തിൽ അത് അതിന്റെ പൂർത്തീകരണത്തിലേക്ക് എത്തും. They are starting it in India and China by distributing ID cards because we have 1/6 of the world population. If they are successful here, it can spread very easily to other countries. ഇപ്പോൾ ഭാരതത്തിലും ചൈനയിലും എല്ലാം ഈ വിധമായ തിരിച്ചറിയൽ കാർഡുകൾ കൊടുക്കുവാൻ തുടങ്ങിയിരിക്കുന്നു. ജനസംഖ്യയിൽ ബഹുഭൂരിപക്ഷവും ഈ രണ്ട് ദേശക്കാരാകയാൽ ഇവിടെ അവർ വിജയിച്ചു കഴിഞ്ഞാൽ മറ്റു രാജ്യങ്ങളിൽ അത് വ്യാപിപ്പിക്കുക വളരെ എളുപ്പം. So it's all going to happen quickly. The all-seeing eye of Horus, that supervising demon Satan, is slowly coming to power. ആകയാൽ എല്ലാം നിരീക്ഷിക്കുന്ന ഹോറസിന്റെ കണ്ണുകൾ അഥവാ സകലത്തെ തന്റെ നിരീക്ഷണ വലയത്തിലാക്കുന്ന സാത്താന്റെ പ്രവൃത്തികൾ ഇപ്പോൾ നിലവിൽ വരുന്നു. This is where Christians who are going to be left behind will be in trouble. ഇവിടെയാണ് കൈവിടപ്പെടുന്ന ക്രിസ്ത്യാനികൾ കുഴപ്പത്തിലാകുന്നത്. If you don't take that chip and embed it into you, you can't buy, you can't sell, you can't use your own money. If you don't use it, you can't buy your money. If you use it, you can buy your money, but you'll go to hell. ഇപ്പോൾ നോക്കുക, ആ ചിപ്പ് വധിക്കുന്നില്ല എങ്കിൽ നിങ്ങളുടെ പണം ഉപയോഗിച്ച് നിങ്ങൾക്ക് വാങ്ങുവാനോ വിൽക്കുവാനോ കഴിയുകയില്ല. എന്നാൽ ഈ ചിപ്പ് ഉപയോഗിച്ചില്ല എങ്കിൽ നിങ്ങൾക്ക് വാങ്ങുവാനോ വിൽക്കുവാനോ കഴിയാതെ പോകും. എന്നാൽ അത് ഉപയോഗിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വാങ്ങുവാനോ വിൽക്കുവാനോ കഴിയും, പക്ഷേ നരകത്തിലേക്ക് പോകും. So that's why we shouldn't get left behind. അതുകൊണ്ട് തന്നെ നാം ഒരിക്കലും കർത്താവിന്റെ വരവിൽ കൈവിടപ്പെട്ടു പോകരുത്. That new demonic form of government is coming. ഒരു നവ പൈശാചിക ഭരണം ഇതാ നിലവിൽ വരുന്നു. A few people are going to control the world. ചില ആളുകൾ ഈ ലോക നിയന്ത്രണം ഏറ്റെടുക്കുവാൻ പോകുന്നു. Even today some secret meetings are being held by these groups. Now and then they get together and they come under different names and they have discussions on whether they can create wars, how they can hike the prices of oil, how they can make the whole world submit to them because they have the money power. ഇന്ന് ഈ രഹസ്യ ഗ്രൂപ്പുകൾ പല നിലകളിൽ അവർ യോഗം ചേരുന്നുണ്ട്. അവർക്കെങ്ങനെ ഈ ലോകത്തിന്റെ ഭരണം പിടിച്ചെടുക്കാം എന്നുള്ളതിനായി അവർ വിവിധ പദ്ധതികൾ ആസൂത്രണം ചെയ്യുന്നുണ്ട്. എങ്ങനെ എണ്ണയുടെ വില കൂട്ടാം, മറ്റു രാജ്യങ്ങളിൽ യുദ്ധത്തെ ഉളവാക്കിയെടുക്കാം. അവർക്ക് ശക്തിയുള്ളത് കൊണ്ട് അവർ ഈ കാര്യങ്ങളെ ആസൂത്രണം ചെയ്യുന്നു. Coming back to this symbol, ഇപ്പോൾ വീണ്ടും ഈ ചിഹ്നത്തിലേക്ക് നമ്മൾ വന്നാൽ, this is a pyramid that is broken off on top. മുകളിൽ ഉടഞ്ഞിരിക്കുന്നതായ ഒരു പിരമിഡ് ആകുന്നു ഇത്. It is completed by this divine eye. എന്നാൽ ആ പ്രത്യേകമായ നയനത്താൽ അത് പൂർത്തീകരണത്തിലെത്തിയിരിക്കുന്നു. What does it mean? അതിന്റെ അർത്ഥം, it has two meanings. അതിന് രണ്ടർത്ഥമുണ്ട്. This pyramid is a symbol of man reaching out to God. ഈ പിരമിഡ് എന്നത് മനുഷ്യൻ ദൈവത്തിലേക്ക് എത്തിച്ചേരുന്നു എന്നുള്ളതിന്റെ ഒരു പ്രതീകമാണ്. So this symbol here means through this group. The name of this group is, in English it means the enlightened ones. That means they are those who have that enlightenment on how to reach God. ഈ ഗ്രൂപ്പിന്റെ പേരിന്റെ ഇംഗ്ലീഷിലെ അർത്ഥം എന്നത് പ്രകാശിപ്പിക്കപ്പെട്ടവർ അഥവാ ദൈവത്തിലേക്ക് എങ്ങനെ എത്തിച്ചേരാമെന്ന് പ്രകാശനം ലഭിച്ചവർ. So this represents humanity, the pyramid, and that eye represents divinity. ആകയാൽ ആ പിരമിഡിന്റെ താഴെ ഭാഗം മാനവികതയെയും അതിന്റെ മുകളിലുള്ള ഭാഗം ദൈവികതയെയും കാണിക്കുന്നു. So human beings through different ways, through different exercises, through meditation, through channeling, are today trying to tap out and find that God up there in the atmosphere. ആകയാൽ മാനവരാശി വിവിധ മാധ്യമങ്ങളിലൂടെ പലവിധമായ ധ്യാനങ്ങളിലൂടെയൊക്കെയും അവർക്ക് ആ ദൈവികതയെ കണ്ടെത്തി അവിടേക്ക് ചെന്നെത്തിച്ചേരുവാൻ കഴിയും. So they say there is some power up there, but it's not different from us. We are part of that power. മുകളിൽ ഒരു ശക്തി ഉണ്ടെങ്കിലും അത് നമ്മിൽ നിന്ന് വ്യത്യസ്തമായതൊന്നുമല്ല, നാമും അതിന്റെ ഒരു ഭാഗം തന്നെയാണെന്നാണ് അവർ പറയുന്നത്. Yesterday I told you about the founder of the Church of Satan, Anton LaVey. സാത്താന്യ സഭയുടെ സ്ഥാപകനായ ആന്റൺ ലവിയെ കുറിച്ച് ഞാൻ ഇന്നലെ പറഞ്ഞല്ലോ. So he says one of the philosophies or the theology or the doctrines of Satan is that man should realize that he is a god by himself. ഈ സത്താന്യ മതത്തിന്റെ ഒരു തത്വം എന്നത് മനുഷ്യൻ താൻ തന്നെ ദൈവം ആണെന്നുള്ളത് അവൻ തിരിച്ചറിയണം. So through these channeling and meditation and so on, they attain what is called self-realization, or their mind attains a state where they contact that God up there and realize they are not different from that God. We are all gods. ആകയാൽ ഈ ചാനലിലൂടെ അഥവാ അവരുടെ ഈ ധ്യാന പ്രവർത്തനങ്ങളിലൂടെ അവർ വാസ്തവത്തിൽ ആ ദൈവത്തെ കണ്ടെത്തിയിട്ട് അവർ തിരിച്ചറിയണം അത് തങ്ങളിൽ നിന്ന് വ്യത്യസ്തമായ ഒന്നല്ല, തങ്ങളും അതും സമമാണെന്നുള്ളതായ ഒരു സ്വയാവബോധം. So
through all these kinds of exercises and meditation, all those who are here are going to realize they are all gods. ഈ വിധമായ അഭ്യാസങ്ങളിലൂടെ, ധ്യാനങ്ങളിലൂടെ അവരെല്ലാവരും തങ്ങൾ തന്നെ ദൈവം ആണെന്ന് തിരിച്ചറിയുവാൻ പോകുന്നു. Did not the serpent say that in the Garden of Eden? When you eat this fruit, your eyes will be open and you will know you are gods. ഏദൻ തോട്ടത്തിൽ ഈ വൃക്ഷഫലം നീ തിന്നുന്നുവെങ്കിൽ നിന്റെ കണ്ണ് തുറന്ന് നീ ദൈവത്തെ പോലെ ആകുമെന്ന് സാത്താൻ പറഞ്ഞത് ഇത് തന്നെയല്ലേ? Adam listened to that, Eve listened to that, they ate the fruit, they got deceived. Now the whole world is listening to that and they are eating the fruit and getting deceived. ആദാമും ഹവ്വായും അത് കേട്ടു, അവർ അത് ഭക്ഷിച്ചു, അവർ ചതിക്കപ്പെട്ടു. അതുപോലെ ഇന്ന് മുഴു ലോകവും ഇത് കേൾക്കുന്നു, അവർ ചതിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. So man is trying to attain a wrong kind of divinity. ആകയാൽ മനുഷ്യൻ ഒരു തെറ്റായ ദൈവികതയെ നേടുവാൻ ശ്രമിക്കുന്നു. Only when it's too late they will understand that all this was wrong. എന്നാൽ തികച്ചും വൈകിയതിനു ശേഷം മാത്രമേ ഇതൊക്കെയും തെറ്റായിരുന്നു എന്ന് അവർ മനസ്സിലാക്കൂ. Some of these peoples who were chosen once of Satan, in their deathbeds they realized they were wrong. സാത്താനാൽ തിരഞ്ഞെടുക്കപ്പെട്ടതായ ആളുകൾ തങ്ങളുടെ മരണശയ്യയിൽ മാത്രമാണ് അവരിൽ ചിലർ തങ്ങൾ തെറ്റിപ്പോയി എന്ന് തിരിച്ചറിഞ്ഞത്. The last few words of Anton LaVey, the founder of the Church of Satan, ഈ സാത്താൻ സഭയുടെ സ്ഥാപകനായ ആന്റൺ ലവിയുടെ തന്റെ അവസാന ചില വാക്കുകൾ, the people who were around him said that he looked somewhere up in space and he said, oh my, something's wrong. Those were his last words. അത് തന്റെ ചുറ്റിലുമുള്ള ആളുകൾ നോക്കി നിൽക്കെ തന്റെ മരണക്കിടക്കയിൽ താനിങ്ങനെ ശൂന്യതയിലേക്ക് കണ്ണുകൾ വായിച്ചുകൊണ്ട് എന്തുപറ്റി, അയ്യോ ഞാൻ തെറ്റിപ്പോയി, ഏതോ തെറ്റായി സംഭവിച്ചു, ഇങ്ങനെ അവൻ ഉരുവിട്ടുകൊണ്ടേയിരുന്നു. ഇതാണ് തന്റെ അന്ത്യവാക്കുകൾ. Those who stood around him were saying that apparently he must have seen Jesus, because he realized now that all his life he spent in working against Jesus, but the one he saw is something that shocked him. That's why he said something's wrong. അത് ചിലർ, തന്റെ ചുറ്റിലും വന്നവരിൽ ചിലർ പറയുന്നത്, താൻ ആ സമയത്ത് യേശുവിനെ കണ്ടു കാണും, അതുകൊണ്ടാണ് തന്റെ ജീവിതകാലം എല്ലാം യേശുവിനെതിരായി അവൻ പ്രവർത്തിച്ചു കൊണ്ടേയിരുന്നു, എന്നാൽ അത് തെറ്റാണെന്ന് അവൻ മനസ്സിലാക്കിയത് കൊണ്ടാണ് അവൻ പറയുന്നത്, അയ്യോ ഞാൻ തെറ്റിപ്പോയി, ഇവിടെ തെറ്റിപ്പോയി. But that was too late. എന്നാലും അത് വളരെ വൈകിപ്പോയിരുന്നു. The whole world is now buying that wrong and doing that wrong and going to go where these chosen ones went. ആകയാൽ മുഴു ലോകവും ഇന്ന് ആ തെറ്റായ കാര്യത്തെ വാങ്ങുന്നു, അവരതിനെ വിശ്വസിക്കുന്നു. അങ്ങനെ ഈ തിരഞ്ഞെടുക്കപ്പെട്ടവർ പോയി അതേ സ്ഥലത്തേക്ക് അവരും പോകുന്നു. The second meaning of this symbol, ഈ ചിഹ്നത്തിന്റെ രണ്ടാമത്തെ അർത്ഥം എന്നത്, this broken pyramid represents the incomplete Tower of Babel. ഈ ഉടഞ്ഞുപോയതായ പിരമിഡ് എന്നത് പൂർത്തീകരിക്കപ്പെടാത്തതായ ഈ ഗോപുരത്തെ കാണിക്കുന്നു. So this symbol says we are going to complete what was left incomplete. എവിടെ അപൂർണമായി ഉപേക്ഷിക്കപ്പെട്ടുവോ അതിനെ ഞങ്ങൾ പൂർത്തീകരിക്കുവാൻ പോകുന്നു. So God, or true God, you stopped that. You are not going to stop this. നീ ശരിയായ ദൈവമാണ്, പക്ഷെ നീ ഈ പ്രവൃത്തിയെ തടഞ്ഞു, എന്നാൽ ഞങ്ങളുടെ പ്രവൃത്തിയെ തടയുവാൻ നിനക്ക് പറ്റുകയില്ല. We are going to get the help of Satan and complete this work, and we are going to rebel against God and we shall overthrow God. സാത്താന്റെ സഹായത്തോടുകൂടി ഈ പ്രവൃത്തിയെ ഞങ്ങൾ തികയ്ക്കും, ഞങ്ങൾ ദൈവത്തോട് മത്സരിക്കും, ദൈവത്തെ അവന്റെ സ്ഥാനത്ത് നിന്ന് ഞങ്ങൾ മാറ്റിക്കളയും. So this is the rebellion that is taking place in this planet Earth. This earth is becoming a rebellious planet against God. ആകയാൽ ഈ ഭൂഗോളത്തിൽ നടക്കുന്നതായ ഒരു മത്സര പ്രവൃത്തിയാണിത്. ആകയാൽ ഈ ഭൂഗോളം എന്നത് ദൈവത്തോട് മത്സരിക്കുന്ന ഒരു ഗ്രഹമായി മാറിക്കഴിഞ്ഞു. More and more people are innocently getting added to these groups. അധികമായ ആളുകൾ കാര്യമറിയാതെ ഈ ഗ്രൂപ്പിൽ ചേർന്നുകൊണ്ടിരിക്കെ, last month I was conducting a meeting and preaching on the same topic in Tirunelveli. കഴിഞ്ഞ മാസത്തിൽ തിരുനെൽവേലിയിൽ ഇതേ വിഷയത്തെ ആസ്പദമാക്കി ഞാനൊരു വേദപാഠം നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. One believer, he said he would come for the meeting and suddenly called up and said, brother, I am not coming. അതേ യോഗത്തിന് വന്നുകൊണ്ടിരുന്നതായ ഒരു സഹോദരൻ പെട്ടെന്ന് വിളിച്ചിട്ട് ഞാൻ യോഗത്തിന് ഇനി വരുന്നില്ല എന്ന് പറഞ്ഞു. I asked why. ഞാൻ ചോദിച്ചു എന്തുകൊണ്ട്. He's a caterer. He's in the catering department. താൻ ഒരു കാറ്ററിംഗ് ഡിപ്പാർട്ട്മെന്റിലാണ്. So he said one group has ordered dinner and I have to go and serve them in the evening. ഒരു കൂട്ടം ആളുകൾ ഡിന്നറിനായിട്ട് ഓർഡർ ചെയ്തിട്ടുണ്ട്, അവർക്ക് അത് നൽകുവാനായി ഞാൻ വൈകുന്നേരം പോകേണ്ടതുണ്ട്. So I asked what group?
ഞാൻ ചോദിച്ചു ഏത് ഗ്രൂപ്പിലാണ്? He mentioned the names of one of these groups. ഈ ഗ്രൂപ്പുകളിൽ ഒന്നിന്റെ പേരാണ് താൻ അപ്പോൾ പറഞ്ഞത്. So it's there all over the place, and more Indians are also getting added. They don't know these secrets. They think it's just a club, it's a society, that's all. എല്ലായിടത്തും ഈ വിധമായ ഗ്രൂപ്പുകളുണ്ട്. ഭാരതത്തിലും അനേകം ആളുകൾ ഇതിൽ ചേരുന്നുണ്ട്. അവർ കാര്യമൊന്നും അറിഞ്ഞിട്ടില്ല. ഇതൊരു സാധാരണ ഒരു സൊസൈറ്റി, ഒരു ക്ലബ് എന്ന് കരുതി അവരതിൽ ചേരുന്നതേയുള്ളൂ. So as this deception is increasing, ഇങ്ങനെ ഈ ചതിവ് വർദ്ധിക്കും തോറും, Church of God, we should not be sleeping, we should wake up. ദൈവസഭയെ നാം ഉറങ്ങരുത്, നാം ഉണർന്നിരിക്കണം. God is hindering those powers and preventing them from taking over simply so that He's giving us time to wake up. ദൈവം ഈ വിധമായ ശക്തികൾ അധികാരം ഏറ്റെടുക്കാത്തവണ്ണം തടയുന്നത് എന്തിനാണെന്ന് അറിയാമോ? നാം ഈ ഉറക്കത്തിൽ നിന്ന് ഉണരുവാൻ വേണ്ടി മാത്രം. Turn to Mark chapter 13. മർക്കോസ് 13-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ there and read verse 34. 34-ാം വാക്യം. ഒരു മനുഷ്യൻ വീട് വിട്ട് പരദേശത്ത് പോകുമ്പോൾ ദാസന്മാർക്ക് അധികാരവും അവനവന് അതത് വേലയും കൊടുത്തിട്ട് വാതിൽ കാവൽക്കാരനോട് ഉണർന്നിരിപ്പാൻ കൽപ്പിച്ചതുപോലെ തന്നെ. For the Son of Man is as a man taking a far journey, who left his house and gave authority to his servants and to every man his work, and commanded the porter to watch. So here we see every man is given work to do. ഇവിടെ വായിക്കുമ്പോൾ ഓരോരോ മനുഷ്യനും അവന്റേതായ പ്രവൃത്തി നൽകി. In building the kingdom of God, everyone seated here has work to do. ആകയാൽ ദൈവരാജ്യം പടുത്തുയർത്തുന്ന പ്രവൃത്തിയിൽ ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തർക്കും അവരുടേതായ ഒരു കർത്തവ്യമുണ്ട്. What work? ഏത് പ്രവൃത്തി? I don't know. എനിക്കറിഞ്ഞൂടാ. We don't even know what work we have to do, leave alone finishing the work. അതെ, ഇപ്പൊ എന്താണ് ചെയ്യേണ്ടതെന്ന് പോലും അറിയാത്ത നമ്മൾ പിന്നീട് എങ്ങനെ അത് ചെയ്ത് തികയ്ക്കും? You know, basically we are all employees in church building, and only then employees in some company or office in the world. നിങ്ങൾ മനസ്സിലാക്കേണ്ടതായ ഒരു കാര്യം എന്തെന്നാൽ, ഒന്നാമത് സഭയുടെ കെട്ടുപണിയിൽ പങ്കുവഹിക്കേണ്ടതായ ഉദ്യോഗസ്ഥരാണ് നാം എല്ലാവരും. അതിനുശേഷം മാത്രമാണ് നിങ്ങൾ മറ്റേതെങ്കിലും കമ്പനിയിലോ മറ്റോ തൊഴിലെടുക്കുന്നത്. But forgetting that we are employees here, we come and pray here for our worldly employment. ആകയാൽ ദൈവരാജ്യ തൊഴിലാളികൾ ആണെന്നുള്ളത് മറന്നിട്ട് മറ്റെവിടെയെങ്കിലും തൊഴിൽ ലഭിക്കുവാൻ ഇവിടെ വന്ന് നമ്മൾ അതിനായി പ്രാർത്ഥിക്കുന്നു. That's why, realizing that we have all gone to sleep spiritually and we are all concerned about something else, God is telling those powers, stop. But how long? ആകയാൽ നാം ഉണർന്നിട്ടില്ല, നാം ഉറങ്ങുകയാണ്, നാം മറ്റേതോ കാര്യത്തിൽ ചിന്താകുലരാണെന്ന് ദൈവം മനസ്സിലാക്കിയിട്ടാണ് ഈ വിധമായ ശക്തികളെ തടുത്ത് നിർത്തിയിരിക്കുന്നത്. എന്നാൽ എത്ര കാലം ഇങ്ങനെ സാധിക്കും? So a time will come when the Antichrist will come and will take control of this world. Some of us will be taken up, some will be left behind. ആകയാൽ ഒരു സമയം വരും, എതിർ ക്രിസ്തു രംഗപ്രത്യക്ഷം ചെയ്യും. അവൻ തീർച്ചയായിട്ടും ലോകത്തിന്റെ നിയന്ത്രണം ഏറ്റെടുക്കും. നമ്മിൽ ചിലർ എടുക്കപ്പെടും, ചിലർ തീർച്ചയായും കൈവിടപ്പെടും. So after that 7 years, during the 7 years rule of the Antichrist, അതിനുശേഷമുള്ള എതിർ ക്രിസ്തുവിന്റെ 7 വർഷത്തെ ഭരണ കാലയളവിൽ we are going to come back to the key verse that we read in Revelation chapter 16 and see what's going to happen before this battle of Armageddon. വെളിപ്പാട് പുസ്തകം 16-ാം അധ്യായത്തിൽ വായിച്ചതായ കുറിവാക്യത്തിലേക്ക് നാം മടങ്ങി വരാം. എന്നാൽ അതിനു മുൻപായി നടക്കുന്നതായ കാര്യങ്ങളെ നമുക്ക് ഇപ്പോൾ നോക്കാം. Like yesterday, we are going to see some very minute details, so please pay careful attention. ആകയാൽ ഇന്നലത്തെ പോലെ ഇന്നും വളരെ സൂക്ഷ്മമായ ചില കാര്യങ്ങളിൽ നാം ശ്രദ്ധിക്കുവാൻ പോകുന്നു. നിങ്ങൾ ദയവായി വളരെ ശ്രദ്ധയോടിരിക്കുക. Now at the end of the first 3.5 years of tribulation period, ഉപദ്രവകാലത്തിന്റെ ആദ്യത്തെ 3.5 വർഷക്കാലം തീരുമ്പോൾ, yesterday we saw how the Antichrist is going to take a march towards Jerusalem and go and occupy that city. എതിർ ക്രിസ്തു യെരൂശലേമിലേക്ക് മാർച്ച് ചെയ്ത് ആ നഗരത്തെ എങ്ങനെ കൈവശമാക്കുമെന്നുള്ളത് നാം ഇന്നലെ കേട്ടു. But before that, before I go on, there's one thing I want to say. എന്നാൽ അതിലേക്ക് പ്രവേശിക്കും മുൻപേ ഒരു കാര്യം കൂടി പറയട്ടെ. You know, I have been saying in some previous sermons that, you know, there's not going to be any more Indian government and Japanese government and US government. The Antichrist is going to take full control. അത് ഇന്ത്യൻ ഗവൺമെന്റ് എന്നോ ജാപ്പനീസ് ഗവൺമെന്റ് എന്നോ ഇങ്ങനെയുള്ളതായ മറ്റു പ്രാദേശികമായ ഭരണകൂടങ്ങൾ കാണുകയില്ല. സാത്താൻ തന്നെ മുഴു ലോകത്തിന്റെയും നിയന്ത്രണം ഏറ്റെടുക്കുമെന്ന് മുൻപുള്ളതായ ചില യോഗങ്ങളിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. But if you read the scriptures, you will see it's not like that. There will be a distribution of power. He's not going to take full power. There will be a distribution of power. എന്നാൽ തിരുവെഴുത്തുകൾ പരിശോധിച്ച് നോക്കിയാൽ വാസ്തവമായി അങ്ങനെ ആയിരിക്കുകയില്ല. മുഴുവൻ അധികാരവും സാത്താൻ ആണെങ്കിൽ തന്നെയും അവിടെ ഒരു അധികാര വികേന്ദ്രീകരണം ഉണ്ടായിരിക്കും. For example, ഉദാഹരണമായി, the Antichrist is on top.
എതിർ ക്രിസ്തു അതിന്റെ ഉന്നതത്തിൽ. Under him there are 10 kings. അവന്റെ താഴെ 10 രാജാക്കന്മാർ. Under the 10 kings is that group called the whore, the chosen ones of Satan, who are busy using Satan's power to deceive the world. അവന് താഴെ ആ മഹാവേശ്യയുടെ ഭാഗമായി സത്താന്റെ ശക്തി ഉപയോഗിച്ചുകൊണ്ട് ആളുകളെ ചതിക്കുന്നതായ ഒരു കൂട്ടം. Under her are the kings of the earth, the Bible says, who are getting drunk with the wine of her fornication. അവൾക്ക് താഴെ ഭൂരാജാക്കന്മാരുണ്ട്. അവർ അവളുടെ വേശ്യാവൃത്തിയുടെ മദ്യം കുടിച്ച് മത്തരായി എന്ന് ബൈബിൾ പറയുന്നു. The Antichrist is on top, but there are kings under him. That means there are people who have some authority. ആകയാൽ എതിർ ക്രിസ്തുവാണ് ഉന്നത സ്ഥാനത്തെങ്കിലും അവന് താഴെ അധികാരം ലഭിച്ചതായ ഭരണം ആളുകൾ ഉണ്ട്. Now keep this in mind, because we are going to see how in the reign of the Antichrist some countries are going to rise up against the Antichrist. ആകയാൽ എതിർ ക്രിസ്തുവിന്റെ ഭരണ കാലയളവിൽ ചില രാജ്യങ്ങൾ എതിർ ക്രിസ്തുവിനെതിരായി എഴുന്നേൽക്കുവാൻ പോകുന്നെന്ന് പറയുമ്പോൾ ഇത് നിങ്ങളുടെ മനസ്സിൽ ഉണ്ടായിരിക്കണം. It is possible for some kings to resist the Antichrist in his reign itself. എതിർ ക്രിസ്തുവിന്റെ ഭരണ കാലയളവിൽ അവനെ എതിർക്കുവാൻ ചില രാജ്യങ്ങൾക്ക് സാധിക്കും. So now this Antichrist takes his march towards Jerusalem. ആകയാൽ ഇപ്പോൾ എതിർ ക്രിസ്തു യെരുശലേമിന് നേരെ അവൻ തന്റെ പടപ്പുറപ്പാട് നടത്തുന്നു. On the way he does something. ആ വഴിയിലുടനീളം അവർ ചിലത് ചെയ്യുന്നു. Read Daniel chapter 11 and verse 24. ദാനിയേൽ 11:24. അവൻ സമാധാന കാലത്ത് തന്നെ സംസ്ഥാനത്തിലെ പുഷ്ടിയേറിയ സ്ഥലങ്ങളിൽ വന്ന് Enough. He shall enter peaceably even upon the fattest places of the province. Here we read of a word called province. ഇവിടെ നാം വായിക്കുമ്പോൾ പുഷ്ടിയുള്ള പ്രവിശ്യകൾ എന്ന് കാണാം. Fattest places of the province. ആ ദേശത്തിലെ പുഷ്ടിയുള്ള പ്രവിശ്യകൾ. ദേശത്തെ. That word province, you know what it is in the Hebrew language? അവിടെ ആ province എന്ന് പറഞ്ഞതിന്റെ എബ്രായ ഭാഷയിൽ എന്താണ്? Medina. We all know Medina is in Saudi Arabia. മദീന സൗദി അറേബ്യയിലാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. What is this Antichrist is going to peacefully take control of the fattest places in Saudi Arabia. That means the oil wells. Those are the fattest. If you study the word fattest, it also means oil. The oily places of Saudi Arabia. ആകയാൽ അവൻ ഈ സമാധാന കാലത്ത് തന്നെ ഈ പുഷ്ടിയായ സ്ഥലങ്ങൾ അഥവാ സൗദി അറേബ്യയിലെ പുഷ്ടിയേറിയ സ്ഥലം എന്ന് പറയുമ്പോൾ അതിന് എണ്ണ എന്ന അർത്ഥമുണ്ട്, അഥവാ ആ കൊഴുത്ത പദാർത്ഥം എന്നുള്ള അർത്ഥമുണ്ട്, അഥവാ സൗദിയിലെ ആ എണ്ണ പ്രദേശങ്ങൾ അവൻ തന്റെ കൈവശമാക്കും. So without warfare he is going to take control of those wells. ആകയാൽ യുദ്ധം കൂടാതെ തന്നെ അവൻ ആ സ്ഥലങ്ങളെ തന്റെ കൈവശത്തിലാക്കും. That means he's going to be very rich. That means he's going to be very powerful. അതിന്റെ അർത്ഥം എന്തെന്നാൽ അവൻ വളരെ സമ്പന്നനായി തീരും. അതിന്റെ അർത്ഥം എന്തെന്നാൽ അവൻ വളരെ ശക്തനുമായിരിക്കും. After that he goes to Jerusalem and controls Jerusalem. അതിനുശേഷം യെരുശലേമിൽ പോയി അവൻ അതിനെ പിടിച്ചടക്കുന്നു. Now controlling Jerusalem means is becoming even more powerful, because Jerusalem is a very important place for many crores of people in the world, as I told you a couple of days ago. യെരുശലേമിനെ കീഴടക്കുമ്പോൾ അവൻ വളരെയധികം ശക്തനായി തീരുന്നു. എന്തുകൊണ്ടെന്നാൽ ഞാൻ മുൻപേ പറഞ്ഞതുപോലെ എത്രയോ കോടിക്കണക്കിന് ആളുകൾക്ക് വളരെ പ്രാധാന്യമുള്ള ഒരു സ്ഥലമാണ് യെരുശലേം. So when the Antichrist is increasing in power like this, some big countries get tensed and they will start resisting. ആകയാൽ എതിർ ക്രിസ്തുവിനെ കൂടുതൽ അധികാരം നേടുമ്പോൾ ചില രാജ്യങ്ങൾ ജാഗരൂകരായി അവർ അവന് വിരോധമായിട്ട് എഴുന്നേൽക്കും. Now we are going to see that from the Bible. അത് നമുക്ക് ബൈബിളിൽ നിന്ന് നോക്കാം. Some terrible things are going to happen in the world. ലോകത്തിൽ ചില ഘോരമായ കാര്യങ്ങൾ നടക്കുവാൻ പോകുന്നു. Now one thing that we have to know, നാം അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം, in the book of Revelation, വെളിപ്പാട് പുസ്തകത്തിൽ in the second 3.5 years, രണ്ടാമത്തെ 3.5 വർഷക്കാലത്തിൽ there are 7 judgments that are going to come upon the world. 7 ന്യായവിധി ഭൂതലത്തിന്മേൽ വരുവാൻ പോകുന്നു. These 7 judgments have been mentioned twice in the book of Revelation. ഈ 7 ന്യായവിധികളും വെളിപ്പാട് പുസ്തകത്തിൽ 2 പ്രാവശ്യം പരാമർശിച്ചിട്ടുണ്ട്. It's seen from different angles. They are same, but when described they are seen from different angles, so the descriptions will be different. അവ ഒന്ന് തന്നെയാണെങ്കിലും വിവിധ വ്യത്യസ്തമായ വീക്ഷണകോണത്തിലൂടെ പറഞ്ഞിരിക്കുന്നു. അതിന്റെ വിശദീകരണങ്ങളും അല്പം വ്യത്യസ്തമാണ്. So this repetition is mentioned as 1, 7,
trumpets being blown by 7 angels, and secondly 7 vials being poured out on the earth by 7 angels. 7 ദൂതന്മാർ ഊതുന്ന 7 കാഹളമായും 7 ദൂതന്മാർ ഒഴിക്കുന്ന 7 കലശമായും ഈ കാര്യങ്ങൾ ആവർത്തിച്ച് പറഞ്ഞിരിക്കുന്നു. Now in the key verse that we read, നാം വായിച്ചതായ കുറിവാക്യത്തിൽ we just read, when the 6th angel poured out his vial. ആറാമത്തെ ദൂതൻ തന്റെ കലശം ഒഴിച്ചപ്പോൾ എന്ന് വായിച്ചു കേട്ടു. So we have to keep in mind that the 6th angel pouring the vial and the 6th angel blowing the trumpet are the same incidents viewed from different angles and happening on earth during the second 3.5 years. ആകയാൽ ആറാമത്തെ ദൂതൻ തന്റെ കലശം ഒഴിക്കുന്നതും ആറാമത്തെ ദൂതൻ തന്റെ കാഹളം ഒഴിക്കുന്നതും രണ്ടാമത്തെ 3.5 വർഷക്കാലം നടക്കുന്ന ഒരേ സംഭവത്തെയാണ് അവ കാണിക്കുന്നത്. So I told you the incidents will seem different but they are the same. ആ സംഭവങ്ങൾ വ്യത്യസ്തമായി തോന്നിയേക്കാമെങ്കിലും ഒന്ന് തന്നെ. For example, when the vial is poured out, it's poured out on the river Euphrates and the river dries up. നോക്കുക, അവിടെ കലശം ഒഴിക്കുമ്പോൾ അത് യൂഫ്രട്ടീസ് നദിയുടെ മേൽ ഒഴിക്കുന്നു, അത് വരണ്ടുപോയി. But when the 6th trumpet is blown, എന്നാൽ ആറാമത്തെ കാഹളം ഊതിയപ്പോൾ again the river Euphrates is mentioned, but something else is said is to be happening. എന്നാൽ അവിടെ വീണ്ടും യൂഫ്രട്ടീസ് നദിയെ കുറിച്ച് പറഞ്ഞിരിക്കുന്നുവെങ്കിലും വ്യത്യസ്തമായ ഒരു കാര്യം നടക്കുന്നതായി കാണാം. Read 9:6, Revelation 9:6. വെളിപ്പാട് 9:6. ആ കാലത്ത് മനുഷ്യർ മരണം അന്വേഷിക്കും, കാണുകയില്ല, താനും മരിപ്പാൻ കൊതിക്കും, മരണം അവരെ വിട്ട് ഓടിപ്പോകും. And in those days shall men seek death, and shall not find it, and shall desire to die, and death shall free from them. 9:14, sorry, not 9:6, 9:14. 9:14 വാക്യം. ആറാമത്തെ ദൂതൻ ഊതി, അപ്പോൾ ദൈവസന്നിധിയിലെ സ്വർണ്ണപീഠത്തിന്റെ കൊമ്പുകളിൽ നിന്ന് ഒരു ശബ്ദം കാഹളമുള്ള ആറാം ദൂതനോട്, യുഫ്രാത്തീസ് എന്ന മഹാനദീ തീരത്ത് ബന്ധിച്ചിരിക്കുന്ന 4 ദൂതന്മാരെയും അഴിച്ചു വിടുക എന്ന് പറയുന്നത് ഞാൻ കേട്ടു. Saying to the 6th angel which had the trumpet, loose the 4 angels which are bound in the great river Euphrates. So here again the river Euphrates, it's the 6th angel again, but there the river dries up. Here 4 spirits are being released. ഇവിടെ നമുക്ക് വീണ്ടും ആ യൂഫ്രട്ടീസ് നദിയെയും കാണാം, ആറാമത്തെ ദൂതനെയും കാണാം. എന്നാൽ അവിടെ യൂഫ്രട്ടീസ് നദി വരണ്ടുപോയി. എന്നാൽ ഇവിടെ നോക്കുമ്പോൾ 4 ആത്മാക്കളെ അഴിച്ചുവിടുന്നു. So the meaning is, when the 6th trumpet is blown or the 6th vial is being poured out, the river dries up and 4 spirits are released. ആകയാൽ അതിന്റെ അർത്ഥം എന്തെന്നാൽ ആറാമത്തെ കാഹളം ഊതി ആറാമത്തെ കലശം ഒഴിക്കുമ്പോൾ അവിടെ ആ നദി വരണ്ടു പോകുന്നു. അവിടെയുള്ളതായ 4 ആത്മാക്കൾ സ്വതന്ത്രരായി തീരുന്നു. Now what is going to happen? സംഭവിക്കാൻ പോകുന്നത് എന്താണ്? We must realize here that Satan has his kingdom. നാം ഇവിടെ മനസ്സിലാക്കേണ്ടത് സാത്താന് അവന്റെ രാജ്യമുണ്ട്. Now listen, there are evil spirits that do not belong to Satan's kingdom. എന്നാൽ ഇപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കേണ്ടത് സാത്താന്റെ രാജ്യത്തിൽ ഉൾപ്പെടാത്തതായ ദുരാത്മാക്കളുമുണ്ട്. For example, these 4 spirits that are released from the river Euphrates do not belong to Satan's kingdom. ഉദാഹരണമായി ഇവിടെ യൂഫ്രട്ടീസ് നദി തീരത്ത് അഴിച്ചുവിടുന്നതായ ഈ ആത്മാക്കൾ അത് സാത്താന്റെ രാജ്യത്തിൽ ഉൾപ്പെട്ടവയല്ല. Again, when the 5th angel sounds in the previous incident in the same chapter 9, we see some locust-like spirits being released from the bottomless pit. They are also not belonging to the kingdom of Satan. അതേ അധ്യായം 9-ാം അധ്യായത്തിൽ നാം വായിക്കുമ്പോൾ 5-ാമത്തെ ദൂതൻ ഊതുമ്പോൾ വെട്ടുക്കിളി പോലെയുള്ളതായ ദുരാത്മാക്കൾ പുറപ്പെട്ടു വരുന്നതായി കാണാം. അതും സാത്താന്റെ രാജ്യത്തിൽ ഉൾപ്പെട്ടവയല്ല. Why? എന്തുകൊണ്ട്? Because they are working against those who have taken the mark of the beast, those who have registered with the kingdom of Satan. എന്തുകൊണ്ടെന്നാൽ നെറ്റിയിൽ മുദ്രയേറ്റവരെ സാത്താന്റെ രാജ്യത്തിൽ ഉൾപ്പെട്ടവർക്ക് വിരോധമായിട്ടാണ് ഈ ആത്മാക്കൾ പ്രവർത്തിക്കുന്നത്. So these spirits are going and torturing those people who have taken the mark of the beast. ആകയാൽ മൃഗത്തിന്റെ മുദ്രയേറ്റ ആളുകളെയാണ് ഈ ദുരാത്മാക്കൾ ചെന്ന് ഉപദ്രവിക്കുന്നത്. So these spirits, like the locusts and those 4 spirits released from Euphrates, today they are bound and they are sealed and kept for judgment during the tribulation period. ആകയാൽ ഈ വെട്ടുക്കിളി പോലെയുള്ളതായ ദുരാത്മാക്കൾ, യൂഫ്രട്ടീസ് നദി തീരത്തുള്ളതായ ആത്മാക്കൾ, ഇവയൊക്കെയും തന്നെ ആ പീഡാകാലത്തുള്ള ന്യായവിധിക്ക് വേണ്ടി അവയെ ബന്ധിച്ച് സൂക്ഷിച്ചിരിക്കുന്നു. Now what are these 4 spirits going to do? ഈ 4 ആത്മാക്കൾ ചെയ്യുവാൻ പോകുന്ന പ്രവൃത്തി എന്ത്? If you come back to chapter 9, 9-ാം അധ്യായത്തിലേക്ക് മടങ്ങി വന്നാൽ, along with these 4 angels, ഈ 4 ദൂതന്മാരോടൊത്ത് there is a huge army of demons with them, following them. അവരോടുകൂടി
ഒരു വലിയ കൂട്ടം പൈശാചിക സേനാഗണങ്ങൾ അവയെ പിൻപറ്റുന്നു. 20 crore demons. 20 കോടി ഭൂതങ്ങൾ. They are going to follow them. അവ ഇവരെ പിൻപറ്റും. What is the job of these 4 angels followed by the 20 crore demons? 20 കോടി പിശാചുകൾ അനുധാവനം ചെയ്യുന്നതായ ഈ 4 ദൂതന്മാർ ചെയ്യാൻ പോകുന്ന പ്രവൃത്തി എന്താണ്? Their assignment is to kill 1/3 of the human population. ജനത്തെ ജനസംഖ്യയിലെ 1/3 കൊല്ലുക എന്നുള്ളതാണ് അവർക്ക് നൽകപ്പെട്ടിരിക്കുന്ന പ്രവൃത്തി. Now we will see that again. വീണ്ടും നമുക്ക് അതിനെ കുറിച്ച് നോക്കാം. Now when you say 20 crores, 20 കോടി എന്ന് പറയുമ്പോൾ, read that verse please in chapter 9 verse 16. 9:16 വാക്യം വായിക്കാം. കുതിരപ്പടയുടെ സംഖ്യ 10,000 മടങ്ങ് 20,000 എന്ന് ഞാൻ കേട്ടു. And the number of the army of the horsemen were 200,000, and I heard the number of them. Some people say that this is 20 crore demons. Some people say these are 20 crore human beings. But most likely it is 20 crore demons possessing 20 crore human beings. ചില ആളുകൾ പറയുന്നത് ഇത് 20 കോടി ഭൂതങ്ങളാണെന്നും ചിലർ പറയുന്നത് ഇത് 20 കോടി മനുഷ്യരാണെന്നുമാണ്. എന്നാൽ വാസ്തവത്തിൽ പിശാച് പിടിച്ചതായ 20 കോടി ആളുകൾ എന്ന് പറയുന്നതായിരിക്കും ശരി. 20 crore demons possessing 20 crore human beings. 20 കോടി ഭൂതങ്ങൾ ബാധിച്ച 20 കോടി മനുഷ്യർ. So that's going to happen. അതായിരിക്കും സംഭവിക്കുക. So these 4 angels are going to rise up from the river Euphrates, and with their army they are going to possess another army of soldiers for killing human beings. ആകയാൽ ഇപ്പോൾ യൂഫ്രാത്തീസ് നദീതീരത്ത് നിന്ന് പുറപ്പെടുന്നതായ ഈ 4 ദൂതന്മാരും അവരുടെ പിന്നാലെ വരുന്ന 20 കോടി ഭൂതങ്ങളും 20 കോടി ആളുകളുടെ മേൽ ബാധിച്ച് അവർ ചെന്ന ആളുകളെ കൊല്ലുന്നു. Come back to Revelation 16. വെളിപ്പാട് പുസ്തകം 16 അധ്യായത്തിലേക്ക് വരാം. Again the place where the 6th angel is pouring his vial. അവിടെ വീണ്ടും നോക്കുമ്പോൾ 6ാമത്തെ ദൂതൻ തന്റെ കലശം ഒഴിച്ചു. In verse 12 you read that the river Euphrates dries up for a certain reason. 12ാം വാക്യത്തിൽ ഒരു പ്രത്യേക കാരണത്താൽ യൂഫ്രാത്തീസ് നദി എന്നത് അത് വറ്റിപ്പോയി എന്ന് കാണാം. It dries up to make the way for the kings of the east to come. കിഴക്ക് നിന്ന് വരുന്ന രാജാക്കന്മാർക്ക് വഴിയൊരുക്കേണ്ടതിനായിട്ട് ആ യൂഫ്രാത്തീസ് നദി വറ്റിപ്പോയി. Now coming to this map, this chart. ഇപ്പോൾ വീണ്ടും ഈ ചാർട്ടിലേക്ക് വരാം. The river Euphrates starts from Turkey. This is Turkey. യൂഫ്രാത്തീസ് നദി തുർക്കിയിൽ നിന്ന് ആരംഭിക്കുന്നു. And goes through Syria. This is Syria. അത് സിറിയയിലൂടെ ഒഴുകുന്നു. And comes into Iraq. അത് ഇറാഖിലേക്ക് വരുന്നു. So that's how the river Euphrates travels. ഇങ്ങനെയാണ് ആ യൂഫ്രാത്തീസ് നദിയുടെ പ്രയാണം. So this river has to dry up. ആകയാൽ ഈ നദി വരണ്ടു പോകേണ്ടതിന്, so that the kings of the east might come. കിഴക്കിൽ നിന്നുള്ള രാജാക്കന്മാർ വരേണ്ടതിനായിട്ടാണ് ഇത് വരണ്ടു പോകുന്നത്. Can you read that verse please in Malayalam? മലയാളത്തിൽ ആ വാക്യം വായിക്കാം. 6ാമത്തവൻ തന്റെ കലശം യൂഫ്രാത്തീസ് എന്ന മഹാനദിയിൽ ഒഴിച്ചു. കിഴക്ക് നിന്ന് വരുന്ന രാജാക്കന്മാർക്ക് വഴി ഒരുങ്ങേണ്ടതിന് അതിലെ വെള്ളം വറ്റിപ്പോയി. In Tamil, that Kirak east that it's written Suryan Udikkum Tisai. That means the place where the sun rises. തമിഴിൽ വായിക്കുമ്പോൾ കിഴക്ക് എന്നുള്ളതിന് പകരം സൂര്യോദയ ദിക്ക് എന്നാകുന്നു പറഞ്ഞിരിക്കുന്നത്. Now we know this area, it's called Middle East. ഇപ്പോൾ മധ്യപൂർവ്വ ദേശം എന്നുള്ളതായ ഈ മേഖല നമുക്കറിയാം. So those countries are called Middle East countries. ഇവയെല്ലാം തന്നെ മധ്യപൂർവ്വ ദേശങ്ങളാണ്. India, China, Japan, these are all called Far East countries. ഇപ്പോൾ ചൈന, ജപ്പാൻ എന്നിവയെല്ലാം തന്നെ ഫാർ ഈസ്റ്റ് കൺട്രി എന്ന് വിളിക്കപ്പെടുന്നു. So what is going to happen? The kings of the east are going to come and cross the river Euphrates to come to Israel. That's why the river Euphrates dries up. ആകയാൽ സംഭവിക്കുവാൻ പോകുന്നത് എന്താണ്? ഈ ഫാർ ഈസ്റ്റിൽ നിന്നുള്ളതായ ആളുകൾ അവർ വന്ന് ഈ യൂഫ്രാട്ടീസ് നദി കടന്ന് ഇസ്രായേലിലേക്ക് പോകുവാൻ പോകുന്നു. അതുകൊണ്ട് അത് വരണ്ടു പോകുന്നു. So in all probability we know that Japan is called the land of the rising sun, and China is also a far east country. So countries like China and Japan and Korea and maybe some countries in southern Russia will all join together and form an army of 20 crore to come to Jerusalem. ആകയാൽ ഇതിൽ നിന്ന് മനസ്സിലാക്കുവാൻ കഴിയുന്നത് ഉദയസൂര്യന്റെ നാട് എന്ന് വിളിക്കപ്പെടുന്നതായ ജപ്പാനും അതുപോലെ തന്നെ കിഴക്ക് ഭാഗത്തുള്ളതായ ചൈനയും അതോടൊപ്പം തന്നെ ആ ഭാഗങ്ങളിലുള്ളതായ റഷ്യയോട് ചേർന്ന് കിടക്കുന്നതായ ചില സ്ഥലങ്ങൾ ഇവയെല്ലാം ചേർന്ന് ഇസ്രായേലിനെതിരായി വരുവാൻ പോകുന്നു. So
a way has to be prepared for this army to go from the Far East to Israel. ആകയാൽ ഈ ഫാർ ഈസ്റ്റിൽ നിന്ന് ഇസ്രായേലിലേക്ക് ഈ സൈന്യം പോകുവാൻ ഒരു പാത ഒരുക്കപ്പെടേണ്ടതായിട്ടുണ്ട്. That's what that verse says in Revelation 16:12. The river Euphrates dried, not so that the army can come, so that the way might be prepared. ആകയാൽ വെളിപ്പാട് പുസ്തകം 16-ാം അധ്യായത്തിൽ നാം വായിക്കുമ്പോൾ അവിടെ യൂഫ്രാത്തീസ് നദിയിലെ വെള്ളം വറ്റിപ്പോയി, അത് രാജാക്കന്മാർക്ക് വഴി ഒരുക്കേണ്ടതിന്. So that means a road is going to be made from China to Israel. ആകയാൽ ചൈനയിൽ നിന്ന് ഇസ്രായേലിലേക്ക് ഒരു റോഡ് തീർച്ചയായും നിർമ്മിക്കപ്പെടണം. Do you know already there is a plan to make that road? നിങ്ങൾക്കറിയാമോ ഇപ്പോൾ തന്നെ ആ ഒരു റോഡ് നിർമ്മിക്കുവാനുള്ള പദ്ധതി ഉണ്ട്. That red line there, it's called the Asian Highway. It's a road that will pass through many countries in Asia. ഇത് ഏഷ്യൻ ഹൈവേ എന്ന് വിളിക്കപ്പെടുന്ന പാതയുടെ ചിത്രമാണ്. ആ ചുവന്ന വര അത് എത്രയോ രാജ്യങ്ങളിൽ കൂടെ കടന്നു പോകുന്നു. So it starts from somewhere near Indonesia. അത് ഇന്തോനേഷ്യയുടെ ഭാഗത്ത് നിന്ന് ആരംഭിക്കുന്നു. And then goes upward through China and passes through many countries, and it's up to Iraq. The plan is there. അത് ചൈനയിൽ കൂടെയും മറ്റു പല രാജ്യങ്ങളിൽ കൂടെയും ചെന്ന് ഇറാഖിൽ എത്തുന്ന നിലയിലാണ് അത് അവർ ആസൂത്രണം ചെയ്തിരിക്കുന്നത്. This plan is made by people who are not reading the Bible. It's just a plan, that's all. ഇത് ബൈബിൾ വായിക്കുന്നതായ ആളുകൾ ഉണ്ടാക്കിയതായ ഒരു രൂപരേഖയല്ല, അവരുടേതായ ഒരു പദ്ധതി മാത്രം. But in their plan they are fulfilling the word of God. എന്നാൽ തങ്ങളുടെ ആ പദ്ധതിയിൽ അവർ ദൈവവചനത്തെ നിറവേറ്റുന്നു. But do you know that strip of that road from China to Afghanistan is already made? എന്നാൽ നിങ്ങൾക്കറിയാമോ, ചൈനയിൽ നിന്ന് അഫ്ഗാൻ വരെയുള്ളതായ ആ പാതയുടെ നിർമ്മാണം പൂർത്തീകരിക്കപ്പെട്ടു കഴിഞ്ഞു. So only a little more and the way will be prepared, but before that the Euphrates will dry up. ഇനി ആ വഴിയുടെ പണി തീർക്കുവാൻ അല്പം മാത്രമേ ഉള്ളൂ. എന്നാൽ അതിനു മുമ്പേ ഈ ഫ്രാത്ത് നദി ഉണങ്ങി പോകേണ്ടതുണ്ട്. See, till today the Euphrates has never dried up. So people who criticize the Bible have been very pessimistic about this, saying that it's not going to happen. ആകയാൽ ഇതുവരെയും ഈ യൂഫ്രാത്തീസ് നദി എന്നത് വറ്റിപ്പോയിട്ടേ ഇല്ല. ആകയാൽ ബൈബിൾ ഈ കാര്യത്തിൽ പറയുന്നത് വളരെ തെറ്റാണെന്ന് ബൈബിൾ വിമർശകർ പറയുന്നു. But the river Euphrates can dry up in two ways. എന്നാൽ രണ്ട് വിധത്തിൽ ഈ യൂഫ്രട്ടീസ് നദി ഉണങ്ങുവാൻ സാധ്യതയുണ്ട്. In Turkey there are reservoirs or there are doors that can shut out the water so that the river may not flow. ഈ തുർക്കിയിൽ ഈ നദിയിലെ വെള്ളം ഒഴുകി പോകാതെ വണ്ണം തടഞ്ഞു നിർത്തത്തക്കതായ റിസർവോയറുകൾ ഉണ്ട്. So that's one way in which this river can dry up. ഈ നദി ഉണങ്ങുവാനുള്ള ഒരു വഴി ഇതാണ്. Another way in which this river can dry up is Enoch and Elijah in those days will be doing their ministries there, but the Bible says they can command it not to rain. So because of that the river can dry up. അത് ഉണങ്ങുവാനുള്ള മറ്റൊരു വഴി എന്നത് ഹാനോക്കും ഏലിയാവും ആ കാലയളവിൽ ശുശ്രൂഷ ചെയ്യുകയായിരിക്കും. ആകാശത്ത് നിന്ന് മഴ പെയ്യാതെ വണ്ണം അടച്ചു കളയുവാൻ അവർക്ക് അധികാരമുണ്ടായിരിക്കും. ആ കാരണത്താലും ഈ നദി വരണ്ടു പോകുവാൻ സാധ്യതയുണ്ട്. So what is going to happen? ആകയാൽ സംഭവിക്കുവാൻ പോകുന്നത് എന്ത്? When this Antichrist takes power over the oil wells and then takes control over Jerusalem, these far east countries, the kings of the east, preferably China, they are going to go and resist the Antichrist. ആകയാൽ എതിർ ക്രിസ്തു എണ്ണക്കിണറുകളുടെയും യെരുശലേമിന്റെയും നിയന്ത്രണം ഏറ്റെടുക്കുന്ന ആ സമയത്ത് ഈ ഫാർ ഈസ്റ്റ് കൺട്രി പ്രത്യേകമായി നോക്കിയാൽ ചൈന അവന് വിരോധമായി എതിർത്ത് നിൽക്കുവാൻ സാധ്യതയുണ്ട്. There are three reasons why we say China is an important country in that army that is going to march towards Israel through this super highway. ഈ സൂപ്പർ ഹൈവേയിലൂടെ ഇസ്രായേലിലേക്ക് മാർച്ച് ചെയ്യുന്ന രാജ്യങ്ങളിൽ ചൈനയായിരിക്കും ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് പറയുവാനുള്ളതിന് മൂന്ന് കാരണങ്ങളുണ്ട്. ഒന്ന്, before our eyes China is quickly rising up into a superpower. നമ്മുടെ കണ്ണുകൾക്ക് മുൻപാകെ തന്നെ ചൈന ഒരു സൂപ്പർ പവറായി ഒരു വൻശക്തിയായി എഴുന്നേൽക്കുന്നത് നാം കാണുന്നുണ്ട്. So it will have the capacity to resist the Antichrist. ആകയാൽ എതിർ ക്രിസ്തുവിനോട് എതിർക്കുവാനുള്ള ശേഷി ചൈനയ്ക്ക് ഉണ്ടായിരിക്കും. 2, രണ്ടാമത്, China is so populated. It's the most populated country in the world. So they will have the capacity to produce an army with so many crores. No other country can produce such a big army. ചൈനയ്ക്ക് ഇപ്പോൾ ഏറ്റവും അധികം ജനസംഖ്യ ഉള്ളത് കൊണ്ട് 20 കോടി ആളുകളുടെ ഒരു സൈന്യം ഉരുവാക്കുവാൻ ചൈനയ്ക്ക് മാത്രമേ കഴിയൂ. മറ്റ് രാജ്യങ്ങൾക്കൊന്നും അത് സാധ്യമാവുകയില്ല. Thirdly, മൂന്നാമത്, when you come back to Revelation chapter 9 വെളിപ്പാട് പുസ്തകം 9-ാം അധ്യായത്തിലേക്ക് മടങ്ങി വന്നാൽ and read verse 17, 17-ാം വാക്യം വായിക്കുമ്പോൾ,
ഞാൻ കുതിരകളെയും കുതിരപ്പുറത്തിരിക്കുന്നവരെയും ദർശനത്തിൽ കണ്ടത് എങ്ങനെയെന്നാൽ അവർക്ക് തീ നിറവും രക്തനീലവും ഗന്ധകവർണവുമായ കവചമുണ്ടായിരുന്നു. കുതിരകളുടെ തല സിംഹങ്ങളുടെ തല പോലെ ആയിരുന്നു. വായിൽ നിന്ന് തീയും പുകയും ഗന്ധകവും പുറപ്പെട്ടു. And thus I saw the horses in the vision, and them that sat on them, having breastplates of fire and of jacinth and brimstone, and the heads of the horses were as the heads of lions, and out of their mouths issued fire and smoke and brimstone. So some people say these horses are actually tanks and other armored vehicles that the Chinese army will move across this highway towards Israel. ആകയാൽ ചില ആളുകൾ പറയുന്നത് ആയുധമേന്തിയതായ കവചിത വാഹനങ്ങളായിരിക്കും ഈ കുതിരകൾ എന്ന് പറയുന്നത്. അതുകൊണ്ട് ചൈനീസ് ടാങ്കുകൾ ഈ റോഡിൽ കൂടെ പോകും. And they out of their mouths, that means out of the turret of the tanks, fire and smoke and brimstone. It refers to natural bombs and maybe chemical weapons as well. അവയുടെ വായിൽ നിന്ന് തീയും ഗന്ധകവും പുകയും പുറപ്പെട്ടെന്ന് പറയുമ്പോൾ അതിൽ നിന്ന് അത് ഒരുപക്ഷെ രാസായുധങ്ങളായിരിക്കാം, അല്ലെങ്കിൽ യഥാർത്ഥത്തിലുള്ളതായ തോക്കുകളോ മറ്റോ വെടിയുണ്ടകളോ പുറപ്പെടുന്നതായിരിക്കാം. Now the third reason why we say this army must be Chinese, ഈ സൈന്യം ചൈനയുടേതായിരിക്കുമെന്ന് പറയുന്നതിന്റെ മൂന്നാമത്തെ കാരണം, there are two popular colors in China. One is red, the other is yellow. ചൈനയിൽ വളരെ എല്ലാവരും ഇഷ്ടപ്പെടും. അവർക്ക് ചൈനയിൽ ഏറ്റവും ജനപ്രീതി ആർജിച്ചതായ രണ്ട് നിറങ്ങളുണ്ട്. ഒന്ന് ചുവപ്പ്, മറ്റൊന്ന് മഞ്ഞ. These are the popular colors in China. അതാകുന്നു ചൈനയിൽ ഏറ്റവും അധികമായി ഉപയോഗിക്കപ്പെടുന്ന നിറം. You look at the breastplates of this army. എന്നാൽ ഈ സൈന്യത്തിന്റെ കവചത്തെ നമ്മൾ നോക്കിയാൽ fire, jacinth and brimstone in verse 17. അതിന്റെ 17ാം വാക്യത്തിൽ തീ നിറം രക്തനീലം ഗന്ധകവർണം. Fire, the color, you look at these three colors on this chart here. ഈ മൂന്ന് നിറത്തെ നമുക്ക് ഈ ചാർട്ടിൽ കാണാം. So fire varies from yellow to red. ആകയാൽ തീ എന്ന് പറയുന്നത് അത് മഞ്ഞയിൽ നിന്ന് രക്തത്തിലെ ചുവപ്പിലേക്കുള്ളതായ വ്യത്യസ്തമായ ഒരു നിറം. Yellow, orange, red, that is fire. അത് മഞ്ഞ, ഓറഞ്ച്, ചുവപ്പ്, ഇതാണ് തീയുടെ നിറം. Then comes jacinth, which is a mineral or a precious stone. അടുത്തതായി വായിക്കുമ്പോൾ അവിടെ രക്തനീലം എന്ന് കാണുന്നു. അത് വിലയേറിയതായ ഒരു ധാതു പദാർത്ഥം അഥവാ ഒരു ലോഹം. If you look in the dictionary, the color of jacinth is called reddish orange. ഡിക്ഷണറിയിൽ അതിന്റെ നിറം നോക്കിയാൽ ചുവപ്പ് കലർന്നതായ ഓറഞ്ച് നിറം. And then comes brimstone. Brimstone is sulfur, which is yellow. അവിടെ ഗന്ധകം എന്ന് വായിക്കുമ്പോൾ സൾഫർ ആകുന്നു. അതിന്റെ നിറം മഞ്ഞയാണ്. Is it written color in Malayalam? Color. In Tamil it is written color. The color of fire, the color of jacinth, the color of brimstone. That's how it is in Tamil. അതിൽ തീ നിറം രക്തനീലം ഗന്ധകവർണം ആ നിറം എന്ന് അവിടെ പ്രത്യേകമായി പറഞ്ഞിട്ടുണ്ട്. So these breastplates are going to be yellow and red and orange in decoration. So it's probably Chinese again. ആകയാൽ ഈ മാർക്കവചം എന്ന് പറയുന്നത് തീ നിറം രക്തനീലം ഗന്ധകവർണം. ആകയാൽ ചൈനീസ് ആകുവാൻ സാധ്യതയുണ്ട്. So that's why China will be the leading force in that army of 20 crores that is going to march against the Antichrist, because he's taking too much power upon himself. എതിർ ക്രിസ്തു വളരെയധികം അധികാരം ഏറ്റെടുക്കുന്നത് കൊണ്ട് അവന് വിരോധമായി പടപ്പുറപ്പാട് നടത്തുന്നതായ സൈന്യത്തിന്റെ നേതൃസ്ഥാനം ചൈനയ്ക്കായിരിക്കും. Now, so when this army of 20 crore is passing from China and from the other countries and marching towards Israel, ചൈനയുടെ നേതൃത്വത്തിൽ മറ്റു രാജ്യങ്ങളിലെ സേനകൾ ഉൾപ്പെട്ടതായ 20 കോടി സൈന്യം ഇസ്രായേലിനെ നേരെ പുറപ്പെടുമ്പോൾ, can anyone say who will be in front? അതിന്റെ മുൻപിൽ നിൽക്കുന്നത് ആരായിരിക്കുമെന്ന് നിങ്ങളിൽ ആർക്കെങ്കിലും പറയാനാകും? Who is leading them? ആരായിരിക്കും അവരെ വഴി കാണിച്ച് നേതൃത്വം നൽകി നടത്തുക? The four spirits from Euphrates. യൂഫ്രട്ടീസിൽ നിന്നുള്ളതായ 4 ആത്മാക്കൾ. So these four spirits are leading them. ഈ 4 ദുരാത്മാക്കൾ അവരെ നടത്തും. And those 20 crore people are possessed by 20 crore demons that have been also released with these four spirits. ഈ ആത്മാക്കളാൽ സ്വതന്ത്രരാക്കപ്പെട്ടതായ 20 കോടി ഭൂതങ്ങൾ ബാധിക്കപ്പെട്ടതായ 20 കോടി ആളുകൾ ഇവരെ പിൻപറ്റിക്കൊണ്ടിരിക്കും. Now listen. ഇപ്പോൾ ശ്രദ്ധിക്കുക. When they proceed from China, അവർ ചൈനയിൽ നിന്ന് പുറപ്പെടുമ്പോൾ they have to pass through Tibet. അവർ ടിബറ്റിലൂടെ കടന്നു പോകണം. Then they have to pass through Pakistan occupied Kashmir. പാകിസ്ഥാൻ അധിനിവേശ കശ്മീരിലൂടെ പോകണം. Then through Pakistan. പിന്നീട് പാകിസ്ഥാനിലൂടെ. Then Afghanistan. അഫ്ഗാനിസ്ഥാനിലൂടെ. Then Iran. ഇറാനിൽ കൂടെ. Then Iraq. പിന്നീട് ഇറാഖ്. Then Jordan. യോർദാൻ. And then enter into Israel. അതിനുശേഷമായി ഇസ്രായേലിലേക്ക് കടക്കും. Now listen.
ഇപ്പോൾ ശ്രദ്ധിക്കുക. These Chinese people are going to try to take control from the Antichrist. ഇപ്പോൾ ചൈനീസ് ആളുകൾ എതിർ ക്രിസ്തുവിൽ നിന്ന് നിയന്ത്രണം ഏറ്റെടുക്കുവാനായി പുറപ്പെടുന്നു. But the spirits that are inside those soldiers and the 4 spirits that are leading them, what is their agenda? എന്നാൽ ഈ 20 കോടി ആളുകളുടെ ഉള്ളിലുള്ളതായ ദുരാത്മാക്കളുടെയും അവരെ നയിക്കുന്ന ഈ 4 ദൂതന്മാരുടെയും അവരുടെ ഉള്ളിലെ ലക്ഷ്യം എന്താണ്? Not to go and help these people to take control from Jerusalem. യെരുശലേമിന്റെ നിയന്ത്രണം ഏറ്റെടുക്കുവാൻ ഈ ആളുകളെ സഹായിക്കുക എന്നുള്ളതല്ല അവരുടെ ഉദ്ദേശം. Their job is to kill 1/3 of the human population that belongs to the Antichrist. അവരുടെ ജോലി എന്നത് എതിർ ക്രിസ്തുവിന്റെ ആളുകളിൽ 1/3 കൊല്ലുക. Now we will make some calculation now. ഇപ്പോൾ നമുക്ക് ചില കണക്കുകൂട്ടലുകളെ നോക്കാം. Today the population is a little more than 600 crore. Let's assume it's 600 crore. ഇന്നത്തെ ജനസംഖ്യ 6 കോടിയിലും അല്പം അധികമാണ്. 600 കോടി എന്ന് നമുക്ക് ചിന്തിക്കാം. So when the Antichrist comes into power, let's assume this world will have 600 crores of human beings. ആകയാൽ എതിർ ക്രിസ്തു അധികാരത്തിലേക്ക് വരുമ്പോൾ ഈ ലോകത്തിന്റെ ജനസംഖ്യ 600 കോടി ആയിരിക്കുമെന്ന് കൂട്ടാം. In the first half of the tribulation period, ഉപദ്രവകാലത്തിന്റെ ഒന്നാമത്തെ ഭാഗത്തിൽ 1/4 of the population is wiped out. ജനസംഖ്യയിലെ 1/4 തുടച്ചു മാറ്റപ്പെടും. So 1/4 of 600 crores means 150 crores. 600 കോടിയുടെ 1/4 എന്ന് പറയുമ്പോൾ 150 കോടി. Now apart from these 150 crores, we don't know how many crores are going to be raptured, maybe a few lakhs or 1 crore or 2 crores, and then we don't know how many are going to die as martyrs. We are excluding all these numbers and looking at only those who are dying in the tribulation period. ഇപ്പോൾ ഈ ജനസംഖ്യയിൽ നിന്ന് എടുക്കപ്പെടുവാൻ പോകുന്നവർ എത്ര ലക്ഷമെന്നോ കോടിയെന്നോ അറിഞ്ഞുകൂടാ. രക്തസാക്ഷികളായി മരിക്കുന്നവരും എത്രയാണെന്ന് പറയാൻ കഴിയുകയില്ല. ഇവരെല്ലാം ഒഴിവാക്കിയിട്ട് അന്നത്തെ ജനസംഖ്യയെ നമുക്ക് നോക്കാം. We are going to see the population of people who are dying through other means. മറ്റു വിധത്തിൽ മരിക്കുന്ന ആളുകളുടെ ജനസംഖ്യയാണ് ഇപ്പോൾ നോക്കുവാൻ പോകുന്നത്. Read Revelation 6:8. വെളിപ്പാട് പുസ്തകം 6:8. അപ്പോൾ ഞാൻ മഞ്ഞ നിറമുള്ള ഒരു കുതിരയെ കണ്ടു. അതിന്മേൽ ഇരിക്കുന്നവന് മരണം എന്ന പേർ. പാതാളം അവനെ പിന്തുടർന്നു. അവർക്ക് വാളുകൊണ്ടും ക്ഷാമം കൊണ്ടും മഹാവ്യാധി കൊണ്ടും ഭൂമിയിലെ കാട്ടുമൃഗങ്ങളെ കൊണ്ടും കൊന്നുകളവാൻ ഭൂമിയുടെ 4 അംശത്തിന്മേൽ അധികാരം ലഭിച്ചു. And I looked, and behold, a pale horse, and his name that sat on him was Death, and hell followed with him, and power was given unto them over the 4th part of the earth, to kill with sword, and with hunger, and with death, and with the beasts of the earth. Sword, hunger, death, beasts of the earth. അവിടെ വായിക്കുമ്പോൾ വാളുകൊണ്ട്, മഹാക്ഷാമം കൊണ്ട്, മഹാവ്യാധി കൊണ്ട്, ഭൂമിയിലെ കാട്ടുമൃഗങ്ങളെ കൊണ്ട്. Sword means war. അവിടെ വാൾ എന്ന് പറയുമ്പോൾ യുദ്ധം. Hunger means famine. അവിടെ വിശപ്പ് എന്ന് പറയുമ്പോൾ ക്ഷാമം. And death means through sicknesses. മരണം എന്ന് പറയുമ്പോൾ രോഗത്താലുള്ള മരണം. Beasts of the earth might mean evil spirits or literal animals going to leave jungles and swallow people. കാട്ടുമൃഗങ്ങൾ എന്ന് പറയുന്ന ദുരാത്മാക്കളായിരിക്കാം, അല്ലെങ്കിൽ വനങ്ങളിൽ നിന്ന് പുറപ്പെട്ടു വരുന്നതായ ദുഷ്ടമൃഗങ്ങളായിരിക്കാം. But the Bible says 1/4 of the earth is going to die. എന്നാൽ ബൈബിൾ പറയുന്നത് ഭൂമിയിൽ 1/4 കാലംശം കൊല്ലപ്പെടും. So 150 crores of people are going to die through these means, which means in the first 3.5 years, at the end of all these deaths, there will be only 450 crores left. ആകയാൽ 150 കോടി ആളുകൾ ഈ നിലയിൽ കൊല്ലപ്പെട്ട് ഒടുവിൽ ഒന്നാമത്തെ ഉപദ്രവകാലത്തിന്റെ ആദ്യ ഭാഗം കഴിയുമ്പോൾ 450 കോടി ആളുകൾ മാത്രമേ ഭൂമിയിൽ ശേഷിക്കൂ. So now in the second 3.5 years, these demons, these 4 demons loosed from the Euphrates with these 20 crore army of demons, they are going to wipe another 1/3 of the remaining population. ആകയാൽ ഉപദ്രവകാലത്തിന്റെ രണ്ടാം ഭാഗത്ത് യൂഫ്രാത്തീസ് നദീതീരത്തിന് അഴിച്ചുവിടപ്പെടുന്നതായ ആ 4 ദുരാത്മാക്കൾ, അവരെ പിൻപറ്റുന്നതായ 20 കോടി പിശാച് ബാധിക്കപ്പെട്ടതായ ആളുകളും ചേർന്ന് അന്നത്തെ ഭൂമിയിലെ ജനസംഖ്യയിൽ 1/3 കൊന്നുകളയും. So now only 450 crores are left. ആകയാൽ ഇപ്പോൾ 450 കോടി ആളുകളെ ശേഷിക്കുന്നുള്ളൂ. 1/3 of that is again 150 crores. അതിന്റെ 1/3 എന്ന് പറയുമ്പോൾ വീണ്ടും 150 കോടി. Did we read that verse? Read in verse 15, 9:15, Revelation 9:15. What is the assignment of those angels? 9:15. വെളിപ്പാട് 9:15 വായിക്കുമ്പോൾ അവരുടെ നിയോഗം എന്താണെന്ന് കാണാം. ഉടനെ മനുഷ്യരിൽ 1/3 കൊല്ലുവാൻ ഇന്ന ആണ്ട്, മാസം, ദിവസം, നാഴികയ്ക്ക് ഒരുങ്ങിയിരുന്ന 4 ദൂതന്മാരെയും അഴിച്ചുവിട്ടു. And the 4 angels were loosed, which were prepared for an hour, and a day, and a month, and a year, for to slay the 3rd part of the men. So these angels are going to kill another 1/3, which is another 150 crores. ആകയാൽ ഈ ദൂതന്മാർ 1/3 കൊല്ലുവാൻ പോകുന്നു എന്ന് പറയുമ്പോൾ അത് വീണ്ടും 150 കോടി.
So which means the population will now reduce to 300 crores. ആകയാൽ അതിന്റെ അർത്ഥം എന്തെന്നാൽ ജനസംഖ്യ ഇപ്പോൾ വീണ്ടും 300 കോടിയായി ചുരുങ്ങി. Now here's the problem. ഇവിടെയാകുന്നു പ്രശ്നം വരുന്നത്. Now this second 3.5 years is going to be a problem for us, for at least for those who are left behind. ആകയാൽ ഈ രണ്ടാമത്തെ 3.5 വർഷക്കാലത്തിൽ കർത്താവ് കൈവിടപ്പെടുന്നവർക്ക് ഒരു പ്രശ്നം ഉണ്ടാകുവാൻ പോകുന്നു. Now what is going to happen? ഇപ്പോൾ സംഭവിക്കുവാൻ പോകുന്നത് എന്ത്? The Antichrist, the Chinese army and his other countries are going to march from China and pass through Kashmir, Pakistan, Afghanistan, Iran, Iraq and Jordan and come to Israel. ഇപ്പോൾ ചൈനയിൽ നിന്ന് പുറപ്പെടുന്നതായ ചൈനക്കാരുടെയും മറ്റുള്ളവരുടെയും സൈന്യങ്ങൾ ചേർന്ന് അവരിങ്ങനെ യാത്ര പുറപ്പെട്ട് പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ, ഇറാൻ, ഇറാഖ് വഴിയായി ഒടുവിൽ ഇസ്രായേലിൽ ചെന്നെത്തും. Already China and India are not in good terms. ഇപ്പോൾ തന്നെ ഭാരതവും ചൈനയും അത്ര നല്ല ബന്ധത്തിലല്ല. And when China takes its army of 20 crore people through Pakistan occupied Kashmir, India is not going to keep quiet. ഈ ചൈന 20 കോടി ആളുകൾ ഉൾപ്പെട്ട സൈന്യവുമായി പാക് അധിനിവേശ കശ്മീരിലൂടെ ഇങ്ങനെ യാത്ര പുറപ്പെടുമ്പോൾ ഭാരതം അത് കണ്ടിട്ട് മിണ്ടാതിരിക്കുകയില്ല. How can you take, this is Pakistan occupied Kashmir, this is our country, so the problem will stop, you can't cross. അവിടെ അത് പാക് അധിനിവേശ കശ്മീർ ആണെങ്കിൽ അത് ഞങ്ങളുടേതാണ്, ആകയാൽ നിങ്ങൾ അങ്ങ് അവിടേക്ക് അതിലൂടെ പോകരുതെന്ന് പറഞ്ഞ് തടയുവാൻ ശ്രമിക്കും. So you think China will then stop and then tell the Indian president, let's have peace talks, let's talk it over? ചൈന അതോടുകൂടി ഭാരത പ്രസിഡന്റുമായിട്ട് നമുക്ക് സമാധാന സംഭാഷണങ്ങളൊക്കെ നടത്താമെന്ന് പറയുമെന്ന് കരുതുന്നുണ്ടോ? Who is possessing those Chinese? ഈ ചൈനൻ സൈന്യത്തെ ബാധിച്ചിരിക്കുന്നത് ആരാണ്? Demons that are assigned to kill 150 crore people. 150 കോടി ആളുകളെ കൊല്ലുവാനുള്ള നിയോഗം ലഭിച്ചിരിക്കുന്നതായ ദുരാത്മാക്കളാണ് അവരിൽ കാണപ്പെടുന്നത്. So when India comes and says stop, this is the chance. Throw bombs on India. ആകയാൽ ഇന്ത്യ അവരെ തടയുവാൻ വരുമ്പോൾ അത് അവർക്ക് ലഭിക്കുന്ന ഒരു അവസരമായി കരുതി ഇന്ത്യയുടെ മേൽ ബോംബുകൾ വർഷിക്കും. Now in which country, look at this path as they pass through those many countries, in which country do they have lots of people to kill? നോക്കുക, ഇങ്ങനെ ഈ സൈന്യം കടന്നു പോകുമ്പോൾ പല രാജ്യങ്ങളിലൂടെ പോകുമ്പോൾ അവർക്ക് ഏറ്റവും അധികം ആളുകളെ കൊല്ലുവാൻ അവസരം ലഭിക്കുന്നത് ഏത് രാജ്യത്തിലായിരിക്കും? These 4 demons have to kill 150 people. India is the best place. ഈ 4 ദുരാത്മാക്കൾക്ക് 150 കോടി ആളുകളെ കൊന്നേ തീരൂ. അതിന് പറ്റിയ ഏറ്റവും നല്ല സ്ഥലം എന്നത് ഇന്ത്യയാണ്. Again a Chinese India problem will start over Kashmir. There will be no peace talks. These 4 demons will say throw missiles, throw bombs, and many in India will die. ആകയാൽ കശ്മീരിനെ ചൊല്ലി വീണ്ടും ഇന്ത്യ ചൈന തർക്കം ആരംഭിക്കുമ്പോൾ അവിടെ സന്ധി സംഭാഷണങ്ങൾ ഒന്നും തന്നെയില്ല. ഈ 4 ദൂതന്മാരും പറയും ബോംബുകൾ, മിസൈലുകൾ വർഷിപ്പിക്കുക. അങ്ങനെ ഇന്ത്യയിലെ ധാരാളം ആളുകൾ കൊല്ലപ്പെടും. There is another proof that India is going to be affected. ഇന്ത്യക്കായിരിക്കും അതിനാൽ പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരിക എന്നുള്ളതിന് മറ്റൊരു തെളിവുണ്ട്. Read 9:20. 9:20. Some are killed, some survive. ചിലർ കൊല്ലപ്പെടുന്നു, ചിലർ ജീവിക്കുന്നു. Read about those who survive. അവിടെ ആ രക്ഷപ്പെടുന്നവരെ കുറിച്ച് വീണ്ടും വായിക്കാം. ഈ ബാധകളാൽ മരിച്ചു പോകാത്ത ശേഷം മനുഷ്യരോ ദുർഭൂതങ്ങളെയും കാണാനും കേൾപ്പാനും നടപ്പാനും വഹിയാത്ത പൊന്ന്, വെള്ളി, ചെമ്പ്, കല്ല്, മരം ഇവ കൊണ്ടുള്ള ബിംബങ്ങളെയും നമസ്കരിക്കാതെ വണ്ണം തങ്ങളുടെ കൈപ്പണി വിട്ട് മാനസാന്തരപ്പെട്ടില്ല. And the rest of the men which were not killed by these plagues yet repented not of the works of their hands, that they should not worship devils and idols of gold and silver and brass and stone and of wood, which neither can see, nor hear, nor walk. Do you understand how India is in this verse? ഈ വാക്യങ്ങളിൽ ഭാരതമുള്ളത് നിങ്ങൾക്ക് തിരിച്ചറിയാൻ കഴിയുന്നുണ്ടോ? Some of these things that you see here, you read here, are predominantly in India, isn't it? ഇപ്പോൾ ഈ വാക്യത്തിൽ വായിച്ചു കേട്ടതായ ചില കാര്യങ്ങൾ ഭാരതത്തിലാണ് വളരെ അധികമായി കാണപ്പെടുന്നത്. So the rest of the men who died not did not repent from this idolatry. ആകയാൽ അവിടെ കൊല്ലം മരിച്ചു പോകാത്ത ശേഷം ആളുകളു ഈ വിഗ്രഹാരാധന വിട്ട് അവർ മാനസാന്തരപ്പെട്ടില്ല. So India again comes in this picture. ആകയാൽ വീണ്ടും ഈ രംഗത്തിൽ ഭാരതം പ്രത്യക്ഷമാകുന്നത് കാണാം. Now we might say, Kashmir, the war is taking place. Fortunately, we are in South India. കാശ്മീരിലായിരിക്കുമല്ലോ യുദ്ധം നടക്കുന്നത്. ഭാഗ്യവശാൽ ഞങ്ങൾ ഈ തെക്കേ ഇന്ത്യയിലാണല്ലോ പാർക്കുന്നത്.
There is something called intercontinental ballistic missiles. You can have missiles that go from one continent to another continent. ഇപ്പോൾ നോക്കുക, ഭൂഖണ്ഡാന്തര മിസൈലുകൾ ഉണ്ട്. ഒരു ഭൂഖണ്ഡത്തിൽ നിന്ന് മറ്റൊരു ഭൂഖണ്ഡത്തിലേക്ക് പോകുന്ന ദീർഘദൂര ബാലിസ്റ്റിക് മിസൈലുകൾ. Remember, their weapons are not just fire, not just firing missiles. They are smoke and brimstone. There are chemical weapons. So it will travel and travel and travel, and it will cause diseases and plagues. നോക്കുക, അത് വെറുതെ തീ മാത്രമല്ല, തീയും പുകയും ഗന്ധകവും അഥവാ പലവിധമായ രാസായുധങ്ങളാണ്. അത് പോകുന്നിടത്തെല്ലാം പലവിധമായ രോഗങ്ങളും പിടിപെടും. Verse 20 says, the rest of the men which were not killed by these plagues, which means when this Chinese army throws bombs on India, plagues will start. ആകയാൽ 20-ാം വാക്യം നിങ്ങൾ ശ്രദ്ധിച്ചാൽ, ഈ ബാധകളാൽ മരിച്ചു പോകാത്ത ശേഷം മനുഷ്യർ അഥവാ ചൈനീസ് സൈന്യം ബോംബ് ആക്രമണം നടത്തുമ്പോൾ പലവിധമായ ബാധകൾ ഭാരതത്തെ ബാധിക്കും. So woe unto Indian Pentecostals who are left behind. ആകയാൽ കൈവിടപ്പെടുന്നതായ ഇന്ത്യക്കാരായ പെന്തക്കോസ്തുകാർക്ക് അയ്യോ കഷ്ടം. We are not going to enjoy heaven or earth. സ്വർഗത്തെയോ ഭൂമിയോ ആ കാലത്ത് നമുക്ക് ആസ്വദിക്കാനേ കഴിയുകയില്ല. Many millions of Indians are going to be affected. എത്രയോ ദശലക്ഷക്കണക്കിന് ഭാരതീയർ ഇതിനാൽ ബാധിക്കപ്പെടും. Okay, let's go on. നമുക്ക് മുന്നേറി പോകാം. At this time, when the China and the neighboring countries, the countries of the east, are taking their armies and marching towards Jerusalem, എങ്ങനെ ചൈനയും അവരോട് ചേർന്ന് കിഴക്ക് ദേശത്തുള്ളതായ ആളുകളിലും ചേർന്നുള്ളതായ സൈന്യം യെരൂശലേമിലേക്ക് യാത്ര പുറപ്പെട്ടു വരുമ്പോൾ Antichrist gets wary. Oh, they are coming. എതിർ ക്രിസ്തു വളരെ ജാഗരൂകനാകും, ഇവരെല്ലാം വരുന്നു. At this time what happens? ഈ സമയത്ത് എന്ത് സംഭവിക്കുന്നു? Remember, the 20 crore demons and 4 angels that are possessing these men do not belong to the kingdom of Satan. നിങ്ങൾ ഒരു കാര്യം ഓർക്കണം, ഈ 4 ദൂതന്മാരും ആ ആളുകളെ ബാധിച്ചിരിക്കുന്ന 20 കോടി ദുരാത്മാക്കളും അവർ സത്താന്റെ രാജ്യത്തിൽ ഉൾപ്പെട്ടവയല്ല. So this is a kingdom of demons coming against Satan's kingdom of demons. ആകയാൽ സത്താന്റെ രാജ്യത്തിനെതിരായി വരുന്ന ദുരാത്മാക്കളുടെ രാജ്യമാണിത്. At this time, ഈ സന്ദർഭത്തിൽ 3 frogs, one from the mouth of the dragon, one from the mouth of the Antichrist, one from the mouth of the false prophet, will come out of them and start going to various parts of the other parts of the earth. ഇവിടെ കള്ളപ്രവാചകന്റെ വായിൽ നിന്ന്, മൃഗത്തിന്റെ വായിൽ നിന്ന്, സർപ്പത്തിന്റെ വായിൽ നിന്ന് പുറപ്പെടുന്നതായ 3 തവളകൾ ചെന്ന് ഭൂമിയിലെ മറ്റു ഭാഗങ്ങളിൽ സഞ്ചരിക്കും. So because the kings of the east are coming, these frog spirits will go to the other kings in the other countries of the earth and deceive them, do some magic, do some fortune telling, do some astrology, and convince them that they all have to join with the Antichrist. The kings of the east are coming, come and protect us. ആകയാൽ കിഴക്കിൽ നിന്ന് ഈ രാജാക്കന്മാർ വരുന്നത് കൊണ്ട് ഈ തവളയെ പോലുള്ളതായ 3 അശുദ്ധാത്മാക്കൾ വിവിധ ദേശങ്ങളിൽ സഞ്ചരിച്ച് പലവിധമായ വിദ്യകൾ കാണിച്ച് അവരെയെല്ലാം വശീകരിച്ച് ഈ രാജാക്കന്മാർ വരുന്നത് കൊണ്ട് ഞങ്ങൾക്ക് അനുകൂലമായി നിന്ന് ഞങ്ങളെ സംരക്ഷിക്കണം, ഞങ്ങൾക്ക് സഖ്യത ചെയ്യണമെന്ന് അവർ പറയും. So what is the scene now? ഇപ്പോഴത്തെ ആ രംഗം എങ്ങനെ ഇരിക്കും? The kings of the earth gathering their armies and coming to Armageddon. ആ ഭൂരാജാക്കന്മാരുടെ സൈന്യം ഒത്തൊരുമിച്ച് കൂടി ഹർമഗദോനിലേക്ക് വരുന്നു. There are many roads from different countries going to Armageddon. നോക്കുക, വിവിധ രാജ്യങ്ങളിൽ നിന്ന് ഹർമഗദോനിലേക്ക് പോകാൻ വ്യത്യസ്തമായ റോഡുകൾ കാണും. That's why there are many roads. പല റോഡുകൾ അവിടേക്കുണ്ട്. So that's why Armageddon is a convenient place for war, because they can come from different directions to that spot. പല ദിക്കുകളിൽ നിന്ന് വന്നെത്തുവാൻ സൗകര്യപ്രദമായ ഒരു സ്ഥലമാണ് ഈ ഹർമഗദോൻ. അതുകൊണ്ടാണ് ആ സ്ഥലം യുദ്ധം നടക്കുവാൻ. So the kings of the east are coming through the super highway towards Jerusalem. The kings of the earth are coming from various directions towards Jerusalem. The Antichrist is there waiting. ആകയാൽ കിഴക്കുന്നുള്ള രാജാക്കന്മാർ ഈ സൂപ്പർ ഹൈവേയിൽ കൂടെ യെരൂശലേമിലേക്ക് വരുന്നു. ഭൂമിയിലെ മറ്റു രാജാക്കന്മാർ പല റോഡുകൾ വഴിയായി ഹർമഗദോനിലേക്ക് വരുന്നു. അവിടെ എതിർ ക്രിസ്തുവും കാത്തു നിൽക്കുന്നു. So the Antichrist and the kings of the earth and their armies will say, we want Jerusalem. The kings of the east will say, no, we want Jerusalem. ആകയാൽ എതിർ ക്രിസ്തുവിന്റെ സൈന്യം ജെറുസലേം ഞങ്ങൾക്ക് വേണമെന്ന് പറയും. അതേസമയം കിഴക്കിൽ നിന്ന് വന്ന രാജാക്കന്മാർ ജെറുസലേം ഞങ്ങൾക്ക് വേണമെന്ന് അവകാശവാദം ഉന്നയിക്കും. So when both groups are going to clash with each other in Armageddon, saying, no, we are going to take Jerusalem, I want Jerusalem, suddenly from the sky a sound will be heard, both of you are not going to take Jerusalem, I am going to take Jerusalem. എന്നാൽ ഈ 2 കൂട്ടരും ജെറുസലേം ഞങ്ങൾക്ക് വേണമെന്ന് പറഞ്ഞുകൊണ്ട് യുദ്ധസന്നദ്ധരായി നിൽക്കുമ്പോൾ സ്വർഗത്തിൽ നിന്നൊരു ശബ്ദം കേൾക്കും, നിങ്ങൾ 2 കൂട്ടർക്കും ജെറുസലേം ലഭിക്കുകയില്ല, ആ ജെറുസലേം എന്റേതായി തീരും. That is this picture. അതാകുന്നു ഈ ചിത്രം. So these 2 armies will now get together to fight against Christ and his army, because they have a common enemy now.
ആകയാൽ ഇപ്പോൾ ഈ രണ്ട് സൈന്യവും ചേർന്ന് ക്രിസ്തുവിനും അവന്റെ സൈന്യത്തിനുമെതിരായി യുദ്ധം ചെയ്യുവാൻ ഒരുങ്ങി നിൽക്കും. എന്തുകൊണ്ടെന്നാൽ ഇപ്പോൾ ഇവർക്ക് രണ്ടുപേർക്കും ഒരു പൊതുവായ ശത്രുവായി ക്രിസ്തുവും അവന്റെ സൈന്യവുമുണ്ട്. When these two armies have come to take Jerusalem, you see a third army coming from the skies conquering Jerusalem. So these two join together to fight against God, Jesus and his army. ആകയാൽ നോക്കുക, രണ്ട് സൈന്യം ഇവിടെ ജെറുസലേമിന്റെ നിയന്ത്രണത്തിനായി വന്ന് ഇവിടെ ഒത്തുകൂടുമ്പോൾ യെരുശലേമിന്റെ നിയന്ത്രണം ഏറ്റെടുക്കുവാൻ ക്രിസ്തുവും അവന്റെ സൈന്യവും വരുന്നത് കൊണ്ട് ഇവർ ചേർന്ന് ദൈവത്തിന് വിരോധമായി അവിടെ യുദ്ധം തുടങ്ങും. The first world war was from 1914 to 1919, 5 years. 1914 മുതൽ 19 വരെയുള്ള 5 വർഷക്കാലം ഒന്നാം ലോക മഹായുദ്ധം The ഉണ്ടായി. second world war was from 1939 to 1945, 6 years. 1939 മുതൽ 45 വരെയുള്ള 6 വർഷക്കാലം രണ്ടാം ലോക മഹായുദ്ധം. The third world war will begin for a short while and will be suspended and continue into the Antichrist rule. You know, many are going to die by the sword, so the war will increase and continue for 7 years. മൂന്നാമത്തെ ലോക മഹായുദ്ധം എന്നത് പൊട്ടിപ്പുറപ്പെടുമെങ്കിലും അല്പകാലത്തിനുള്ളിൽ അത് നിലയ്ക്കുമെങ്കിലും എതിർ ക്രിസ്തുവിന്റെ ഭരണകാലത്ത് വാളുകൾ കൊണ്ട് അനേകർ കൊല്ലപ്പെട്ടു എന്ന് പറയുന്നത് കൊണ്ട് അതിങ്ങനെ തുടർന്നുകൊണ്ടേയിരുന്ന അനേകർ അതിനാൽ മരിക്കും. So first world war 5 years, second world war 6 years, third world war 7 years, fourth world war. ഒന്നാം ലോക മഹായുദ്ധം 5 വർഷം, രണ്ടാം ലോക മഹായുദ്ധം 6 വർഷം, മൂന്നാം ലോക മഹായുദ്ധം 7 വർഷം. അങ്ങനെയെങ്കിൽ നാലാമത്തെ ലോക മഹായുദ്ധമോ? This is the fourth world war, the battle of Armageddon. ഈ ഹർമഗദ്ദോൻ യുദ്ധമാണല്ലോ നാലാം ലോക മഹായുദ്ധം. Read 2 Thessalonians chapter 2 2 തെസ്സലോനിക്കർ 2-ാം അധ്യായം and read verse 8. 8-ാം വാക്യം. You read there about the battle of Armageddon. അവിടെ ഹർമഗദ്ദോൻ യുദ്ധത്തെക്കുറിച്ച് നിങ്ങൾ വായിക്കുന്നുണ്ട്. അപ്പോൾ അധർമ്മമൂർത്തി വെളിപ്പെട്ടു വരും. അവനെ കർത്താവായ യേശു തന്റെ വായിലെ ശ്വാസത്താൽ ഒടുക്കി തന്റെ പ്രത്യക്ഷതയുടെ പ്രഭാവത്താൽ നശിപ്പിക്കും. And then shall that wicked be revealed, whom the Lord shall consume with the spirit of his mouth, and shall destroy with the brightness of his coming. So what is written here? ഇവിടെ എന്താണ് എഴുതപ്പെട്ടിരിക്കുന്നത്? When these two armies, the kings of the east and the kings of the earth with the Antichrist, see Jesus and his army, thousands coming on horses from the sky, കിഴക്ക് നിന്നുള്ള രാജാക്കന്മാരും ഭൂമിയിലെ മറ്റു രാജാക്കന്മാരും എതിർ ക്രിസ്തുവും നോക്കിയിരിക്കെ കർത്താവായ യേശു ക്രിസ്തുവും അവന്റെ 1000 സൈന്യവും ചേർന്ന് സ്വർഗത്തിൽ നിന്ന് വരുന്നത് കാണുമ്പോൾ, picture this in your mind. ആ പശ്ചാത്തലം, ആ രംഗം നിങ്ങളുടെ മനസ്സിൽ ഇപ്പോൾ വരട്ടെ. From the earth, fighter planes will start going into the sky to meet the Jesus and his army. Missiles will be thrown into the sky to go and hit the army of Jesus. ഇപ്പോൾ ഭൂമിയിൽ നിന്ന് യേശുവിന്റെ സൈന്യത്തോട് യുദ്ധം ചെയ്യുവാൻ യുദ്ധവിമാനങ്ങൾ കുതിച്ചുയർന്നു പോകുന്നു. ഇവിടെ നിന്ന് മിസൈലുകൾ, ബോംബുകൾ അങ്ങോട്ടേക്ക് വർഷിച്ചു കൊണ്ടിരിക്കുന്നു. Unfortunately for them, for the enemies, you know, we are going to be there in that sky army. നോക്കുക, നാം ആകാശ സൈന്യത്തിൽ കാണപ്പെടും. നിർഭാഗ്യവശാൽ ഈ ശത്രുക്കൾക്ക് At that time, we are all going to be not in this body, in our transformed bodies we are going to be. ആ സമയത്ത് നാം ഈ ശരീരത്തിലായിരിക്കുകയില്ല, നാം എല്ലാവരും ഒരു രൂപാന്തര ശരീരത്തിലായിരിക്കും. So as we come down from the sky and we are all going downwards, ആകാശത്തിൽ നിന്ന് നാം എല്ലാവരും ഇങ്ങനെ താഴോട്ട് വരുന്ന വേളയിൽ all those fighter planes will be sending bullets on us, and those missiles will come into our body, go at the backside and go and burst somewhere. ആയുധവിമാനങ്ങളിൽ വരുന്നതായ ബോംബുകൾ, വെടിയുണ്ടകളെല്ലാം തന്നെ വന്ന് നമ്മുടെ ശരീരത്തിൽ തുളച്ചു കയറുവാൻ നോക്കുമ്പോൾ അത് മറുഭാഗത്ത് കൂടെ കടന്നു പോവുകയും, it will go through us because we are in transformed bodies. It's not going to നാം രൂപാന്തര ശരീരത്തിലാകുന്നത് കൊണ്ട് നമ്മുടെ ശരീരത്തെ കടന്നു പോവുകയേ ഉള്ളൂ. It will go through into our bodies, go at the back and then go and burst somewhere far away. നമ്മുടെ ശരീരത്തിൽ കൂടി അവ കടന്നുപോയി വേറെ എവിടെയോ ചെന്ന് പൊട്ടിത്തെറിക്കുകയേ ഉള്ളൂ. What atom bombs are going to work against transformed bodies? നോക്കുക, രൂപാന്തര ശരീരത്തോട് എന്തെങ്കിലും ചെയ്യുവാൻ അണുബോംബുകൾക്ക് കഴിയുമോ? But how is the war going to get over? എന്നാൽ ആ യുദ്ധം എങ്ങനെയായിരിക്കും കലാശിക്കുക? This battle of Armageddon is not going to be 8 years. നോക്കുക, ഈ ഹർമഗദ്ദോൻ യുദ്ധം 8 വർഷമൊന്നും നീണ്ടു നിൽക്കുകയില്ല. The Bible says, by the brightness of his coming, the glory that is around Jesus will destroy the enemy. നോക്കുക, ബൈബിൾ പ്രകാരമാണ് പറയുന്നത്, യേശുവിന്റെ അപ്രഭാവം അഥവാ അവന്റെ ചുറ്റിലുമുള്ള തേജസ്സിനാൽ ഈ സൈന്യം നശിക്കും. Jesus doesn't have to wave his hand or do anything to wipe out the enemy. He will come with his glory and this army will be wiped out. ഈ സൈന്യത്തെ തുടച്ചു മാറ്റുവാൻ യേശു തന്റെ കരം വീശേണ്ട ആവശ്യമൊന്നുമില്ല. അവന്റെ തേജസ്സിനാൽ തന്നെ അവന്റെ ആ പ്രഭാവത്താൽ ഈ ശത്രു സൈന്യം തുടച്ചു മാറ്റപ്പെടും. So first world war 5 years, second world war 6 years, third world war 7 years, fourth world war few minutes. നോക്കുക, ഒന്നാം ലോക മഹായുദ്ധം 5 വർഷം, രണ്ടാമത്തേത് 6 വർഷം, മൂന്നാമത്തേത് 7 വർഷം, എന്നാൽ നാലാമത്തേത് ചില നിമിഷങ്ങൾ മാത്രം. And then we will take control of this whole world. അപ്പോൾ സർവ്വലോകത്തിന്റെയും ഭരണം നാം ഏറ്റെടുക്കും. Before I close, ഞാൻ അവസാനിപ്പിക്കും മുമ്പേ
We are going to be part of that army that comes down from the skies. We are called for that. ആകാശത്തിൽ നിറങ്ങി വരുന്ന സൈന്യത്തിൽ നാമും കാണപ്പെടുവാൻ വിളിക്കപ്പെട്ടിരിക്കുന്നു. To be part of that army, it's not enough to be a member of the Pentecostal mission and come for all the meetings. That's not the qualification. ആ സൈന്യത്തിന്റെ ഒരു ഭാഗമായിരിക്കുവാനുള്ള യോഗ്യത എന്നത് പെന്തക്കോസ്ത് മിഷനിലെ ഒരു അംഗമായിരുന്നു കൊണ്ട് എല്ലാ യോഗങ്ങൾക്കും മുടക്കം കൂടാതെ വരിക എന്നുള്ളതല്ല. It's not enough to dress in white. വെള്ള വസ്ത്രം ധരിക്കുന്നതും മതിയാകുകയില്ല. It's not enough to pray every day and read the Bible every day. ഓരോ ദിവസവും പ്രാർത്ഥിക്കുന്നതും ബൈബിൾ വായിക്കുന്നതും അതിന് മതിയാവുകയില്ല. It's not enough to put away your television sets. നിങ്ങളുടെ ടെലിവിഷൻ സെറ്റുകൾ കളയുന്നതും പോരാ. It's not enough to stand for divine healing. ദൈവിക രോഗശാന്തിക്ക് നിൽക്കുന്നതും പോരാ. It's not enough to get up every day of early morning for 4 o'clock praising. ഓരോ ദിവസം അതിരാവിലെ 4 മണി സ്തോത്രത്തിന് എഴുന്നേറ്റാലും പോരാ. We have to grow in the character of Jesus Christ. നാം യേശുവിന്റെ സ്വഭാവത്തിൽ വളർന്നേ മതിയാകൂ. No need to read now. ഇപ്പോൾ വായിക്കേണ്ട ആവശ്യമില്ല. Both in Psalm 37 and in Matthew 5 it is written that the meek will inherit the earth. 37-ാം സങ്കീർത്തനത്തിലും മത്തായി 5-ാം അധ്യായത്തിലും എഴുതിയിട്ടുണ്ട്, സൗമ്യതയുള്ളവർ ഭൂമിയെ കൈവശമാക്കും. So one qualification apart from all the character traits of Jesus, one important quality that we should all have is meekness or humility. ആകയാൽ ക്രിസ്തുവിന്റെ എല്ലാ സ്വഭാവ സവിശേഷതകളിൽ ദിവ്യ ഗുണങ്ങളിൽ അതിപ്രധാനമായ ഒന്നെന്നത് നാം എല്ലാവരും തന്നെ സൗമ്യതയും താഴ്മയുമുള്ളവരായിരിക്കണം. Can anyone sitting here say, I have no pride at all, I'm perfect in humility? എനിക്ക് ഒട്ടും തന്നെ നിഗളമില്ല, ഞാൻ താഴ്മയിൽ തികഞ്ഞവനാണെന്ന് ഇവിടെയുള്ളവരിൽ ആർക്കെങ്കിലും പറയുവാൻ കഴിയുമോ? If anyone says like that, please don't put up your hand by any chance. You will be second Lucifer. അങ്ങനെ പറയുമെന്ന് പറയാനുള്ള പ്രാപ്തി ഉണ്ടെന്ന് കരുതി നിങ്ങൾ ആരെങ്കിലും തുനിഞ്ഞ് കൈ ഉയർത്തിയേക്കരുത്. എന്തുകൊണ്ടെന്നാൽ ലൂസിഫർ ആകാനുള്ള അടുത്ത അവസരം നിങ്ങൾക്കായിരിക്കും. So we are all proud people. We all need meekness. നാം എല്ലാവരും നിഗളികളാണ്, നമുക്ക് എല്ലാവർക്കും സൗമ്യത വേണം. Now one thing I want to say, one dream that a man saw and stop. ഒരു മനുഷ്യൻ കണ്ടതായ ഒരു സ്വപ്നം കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. One man, he was in prayer and fasting for many days and he saw a series of dreams and visions and he got some revelations which he compiled together and made a book. ഒരു മനുഷ്യൻ ചില നാളുകൾ ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തതിന്റെ ഫലമായി തനിക്ക് തുടർച്ചയായ ചില സ്വപ്നങ്ങൾ, ദർശനങ്ങൾ, വെളിപ്പാടുകൾ ലഭിച്ചത് എല്ലാം ചേർത്ത് താൻ ഒരു പുസ്തകമാക്കി മാറ്റി. He saw in those dreams and visions about how there's going to be a big warfare between the forces of Satan and the church of God in the last days. അന്ത്യനാളുകളിൽ സാത്താന്റെ സൈന്യത്തിനും ദൈവസഭയ്ക്കും വിരോധമായി വരുവാൻ പോകുന്ന ഒരു യുദ്ധത്തെക്കുറിച്ച് താൻ അതിൽ കാണുന്നുണ്ട്. So I'm going to tell you only one portion of that dream. ആ സ്വപ്നത്തിലെ ഒരു ഭാഗം മാത്രം പറയട്ടെ. On a mountainside, the army of Christ, the Christian soldiers, including the one who's seeing the dream, they're all fighting with bows and arrows against a horde of eagles, vultures that are coming against the church of God. ഒരു മലഞ്ചെരിവിൽ ക്രിസ്തീയ സൈന്യം, അതിൽ ഈ ലേഖകനും ഉൾപ്പെടുന്നുണ്ട്. അവർ നിന്നുകൊണ്ട് സാത്താന്റെ സൈന്യം കഴുക രൂപത്തിൽ വരുന്നു. അവർക്കെതിരായി ഇവർ അസ്ത്രങ്ങൾ എയ്തുകൊണ്ടേയിരുന്നു. With great accuracy they got rid of all those vultures very quickly and the war was over. വളരെ കൃത്യതയോടെ അതിവേഗത്തിൽ അസ്ത്രങ്ങൾ എയ്ത് ഈ കഴുകന്മാരെ എല്ലാം കൊന്നുമുടിച്ച് ആ യുദ്ധം തീർന്നു. The one who saw the dream, he was so elated, so happy with all the Christians because at the end of the war the sword was shining, the shield was shining, garments were shining, they were all glorious all over. ഈ സ്വപ്നം കണ്ടതായ വ്യക്തി ആ യുദ്ധത്തിന്റെ ഒടുവിലായി എല്ലാവരെയും കൊന്നുപിടിച്ചപ്പോൾ ആ ക്രിസ്തീയ സൈന്യം വളരെ സന്തോഷമുള്ളവരായി. എന്തുകൊണ്ടെന്നാൽ അവരുടെ ആ പരിചയം, അവരുടെ വാളും അവരുടെ വസ്ത്രങ്ങളെല്ലാം വെട്ടിത്തിളങ്ങുകയായിരുന്നു. One angel came to this man. ഒരു ദൂതൻ ഈ ദൂതന്റെ അടുക്കലേക്ക് വന്നു. The author, the one who saw the dream. ഈ സ്വപ്നം കണ്ടതായ അഥവാ ഈ ലേഖകന്റെ അടുക്കലേക്ക് ഒരു ദൂതൻ വന്നു. And the angel tapped him and said, can you see in that valley there? ആ ദൂതൻ തന്നെ തട്ടിക്കൊണ്ട് ചോദിച്ചു, നിനക്ക് ആ താഴ്വരയിലേക്ക് നോക്കിയാൽ കാണുവാൻ കഴിയുന്നുണ്ടോ? He strained his eyes and says, no, I can't see. This glory is so much, I can't see beyond that glory. ഇതിന്റെ തിളക്കം കൊണ്ട് എനിക്ക് അതിനെ കാണുവാൻ കഴിയുന്നില്ല എന്ന് താൻ പറഞ്ഞു. Oh, is that so? The angel asked. ഉടനെ ദൂതൻ ചോദിച്ചു, അങ്ങനെയാണോ? I'll come back, the angel said, and went. ഞാൻ ഇപ്പോൾ വരാമെന്ന് പറഞ്ഞുകൊണ്ട് ആ ദൂതൻ പോയി. And the angel came back with a garment, with a robe. ദൂതൻ ഒരു പ്രത്യേകമായ വസ്ത്രത്തോടു കൂടി തിരിച്ചു വന്നു. It was a very rough, വളരെ പരുക്കനായ വസ്ത്രം. and the color was very close to being abominable, some kind of a brownish color. നോക്കുക, വളരെ വൃത്തികെട്ടതായ ഒരു ബ്രൗൺ നിറത്തിലുള്ള വസ്ത്രമായിരുന്നു. The angel told him, wear this. ദൂതൻ പറഞ്ഞു, ഇത് ധരിക്കുക. This I have to wear. ഇതാണോ ഞാൻ ഉടുക്കേണ്ടത്? Yeah, you wear this. നീ ഇത് ഉടുത്തേ തീരൂ. So very unwillingly he had to obey and he wore that garment. ഒട്ടും താല്പര്യമില്ലാതെ അനുസരിക്കണമല്ലോ എന്ന് കരുതി താൻ ആ വസ്ത്രം ഉടുത്തു. The moment he wore that garment, all his glory went off. ആ വസ്ത്രം ഉടുത്ത മാത്രയിൽ തന്റെ സകല മഹിമകളും വിട്ടുപോയി.
Now the angel said, now see. ദൂതൻ പറഞ്ഞു, നീ ഇപ്പോൾ നോക്ക്. He saw. താൻ നോക്കി. There was an army of demons there in that valley. ആ താഴ്വരയിൽ ഭൂതങ്ങളുടെ ഒരു മഹാസൈന്യം. What an army! I didn't notice it. ഞാൻ ഇതുവരെ കണ്ടില്ലല്ലോ ഇത്ര വലിയൊരു സേന. What is that army? ആ സൈന്യം ഏതാണ്? The angel said, they are the army, demons of pride. അപ്പോൾ ദൂതൻ പറഞ്ഞു, അവ നിഗളത്തിന്റെ ദുരാത്മാക്കളാണ്. You just won a battle. You Christians won a battle. They are waiting to attack you. നീ ഇപ്പോൾ ആ യുദ്ധം ജയിച്ചെന്ന് പറയുന്ന ഒരു ക്രിസ്ത്യാനിയാണ്, എന്നാൽ ഇതാ നിന്നെ ആക്രമിക്കുവാൻ അവ കാത്തു നിൽക്കുന്നു. You go past them, they will attack you. നീ അവിടെ കടന്നുപോയാൽ അവ നിന്നെ ആക്രമിക്കും. You are so glorious, you couldn't see that. Now you see, your glory is gone, you can see clearly. അത് നീ അത്രത്തോളം മഹിമയും പ്രഭാവവും ഉള്ളവനായിരുന്നത് കൊണ്ട് നിനക്കതിനെ വ്യക്തമായി കാണുവാൻ കഴിഞ്ഞില്ല. എന്നാൽ ഇപ്പോൾ നിനക്കതിനെ കാണാൻ കഴിയും. Oh really? Then what is this robe that you gave me? അപ്പോൾ അതങ്ങനെയാണോ എങ്കിൽ താങ്കൾ എനിക്ക് തന്ന ഈ വസ്ത്രം എന്താണ്? It's the robe of humility. ഇത് താഴ്മയുടെ വസ്ത്രം. You put this, you can see clearly. ഇത് ധരിച്ചപ്പോഴാണ് നിനക്ക് വ്യക്തമായി കാണുവാൻ കഴിഞ്ഞത്. So this man, he said, oh is it? Then although it was not nice color and it was so rough, he said, I think I can manage, I can wear this. അത് ആദ്യമായിട്ട് അതിന്റെ നിറം അത്രത്തോളം ഭംഗിയുള്ളതല്ല, പരുക്കനായിരുന്നു. ശരി, എങ്ങനെയെങ്കിലും ഇത് വെച്ച് ഉടുത്തുകൊള്ളാം. So he went down from the mountain. എന്നാൽ പർവ്വതത്തിൽ നിന്ന് താഴേക്ക് പോയി. On the valley below there were so many Christians who had been wounded in the warfare. Angels were cleaning their wounds. അവിടെ നോക്കുമ്പോൾ ആ താഴ്വരയിൽ മുറിവേറ്റ് കിടക്കുന്ന അനേക ക്രിസ്തീയ പടയാളികൾ കിടപ്പുണ്ട്. ദൂതന്മാർ അവരുടെ മുറിവുകളെ വൃത്തിയാക്കിക്കൊണ്ടിരുന്നു. As he passed one of those wounded Christian soldiers and the angel that was wiping the wound, മുറിവേറ്റ് കിടക്കുന്ന ക്രിസ്തീയ യോദ്ധാവും ദൂതൻ അവന്റെ മുറിവുകളെ കഴുകുന്നതും കണ്ടെത്താൻ അതിലൂടെ കടന്നുപോയപ്പോൾ the angel looked at him and then got up and then bowed on one knee, went down like this. ദൂതൻ അവനെ, ഈ മനുഷ്യനെ കണ്ടപ്പോൾ താനിങ്ങനെ കുനിഞ്ഞ് ഒരു മുട്ടുകുത്തി അവനെ വണങ്ങി. This man, why is this angel doing this suddenly? They've never done like this before. ദൂതന്മാർ ഇതുവരെ ഇങ്ങനെ ചെയ്തില്ലല്ലോ, എന്തുകൊണ്ടാണ് ഈ ദൂതൻ ഇപ്പോൾ ഇങ്ങനെ ചെയ്യുന്നത്? Then he went past the second wounded man. That angel also did the same thing. രണ്ടാമത്തെ ആ മുറിവേറ്റ ആളെ കടന്നുപോയപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ദൂതനും അതുപോലെ വണങ്ങി. So he asked the angel, why are you doing this? You never did this before. എന്തുകൊണ്ടാണ് നിങ്ങൾ ഇപ്പോൾ ഇങ്ങനെ ചെയ്യുന്നത്? മുൻപ് ഇത് ചെയ്തില്ലല്ലോ എന്ന് ചോദിച്ചപ്പോൾ the angel said, this dress. ദൂതൻ പറഞ്ഞു, ഈ വസ്ത്രമാണ് കാരണം. This dress, this rough brown dress, this is why you're bowing. ഈ പരുക്കനായ ഈ ബ്രൗൺ നിറമുള്ളതായ ഈ വസ്ത്രം കണ്ടാണോ നിങ്ങൾ വണങ്ങുന്നത്? Why? എന്തുകൊണ്ടാണ്? The angel said, those who wear this dress, they are the greatest in the kingdom of God. അപ്പോൾ ദൂതൻ പറഞ്ഞത്, ഈ വസ്ത്രം ധരിക്കുന്നവരാണ് സ്വർഗരാജ്യത്തിൽ ഏറ്റവും വലിയവർ. Does not the Bible say, he that humbleth himself as a little child shall be the greatest in the kingdom of God? ബൈബിളും ഇപ്രകാരം പറയുന്നില്ലേ, ഈ ഒരു ശിശുവിനെ പോലെ തന്നെത്താൻ താഴ്ത്തുന്നവൻ സ്വർഗരാജ്യത്തിൽ ഏറ്റവും വലിയവനായിരിക്കും. The angel continued to say, those who wear this dress, they are the most important people in the kingdom of God. They will have the full security of the kingdom of heaven. Nobody can touch them. ദൂതൻ വീണ്ടും ഇപ്രകാരം പറയുന്നുണ്ട്, ഈ വസ്ത്രം ധരിച്ചിരിക്കുന്നവർ സ്വർഗത്തിൽ വലിയ പ്രാധാന്യം അർഹിക്കുന്നവരാണ്. അവർക്ക് വലിയ സുരക്ഷിതത്വമുണ്ട്. അവരെ തൊടുവാൻ പോലും ആർക്കും കഴിയുകയില്ല. Shall we close our eyes? ദയവായി നമുക്കിപ്പോൾ കണ്ണുകളടയ്ക്കാം. How many want this dress? ഈ വസ്ത്രം എത്ര പേർക്ക് ഇപ്പോൾ വേണം? We need the security of heaven. നമുക്ക് സ്വർഗത്തിന്റെ സംരക്ഷണം വേണം. We can't fight the devils with our own strength. നമ്മുടെ സ്വന്തം ബലത്താൽ പിശാചുക്കളോട് പൊരുതുവാൻ നമുക്കാവില്ല. We can't fight the battle of Armageddon with our own strength. നമ്മുടെ സ്വന്തം ശക്തിയാൽ ഹർമഗദോൻ യുദ്ധം ചെയ്യുവാൻ നമുക്ക് കഴിയില്ല. We need the help of the kingdom of God. ദൈവരാജ്യത്തിന്റെ സഹായം നമുക്ക് വേണം. We need the protection of the kingdom of God. ദൈവരാജ്യത്തിന്റെ സംരക്ഷണം നമുക്ക് വേണം. But to have the protection of the kingdom of God, എന്നാൽ ദൈവരാജ്യ സംരക്ഷണം ലഭ്യമാകേണ്ടതിന് we need to put on that garment of humility. നമ്മുടെ താഴ്മയുടെ വസ്ത്രം ധരിച്ചേ തീരൂ. You may not like it, but you have to humble yourself. ഇഷ്ടപ്പെട്ടില്ലെങ്കിലും താഴ്ത്തിയേ മതിയാകൂ. Today, to humble yourself means to become like a coward, not to answer back, to keep quiet, to get a bad reputation, to be like a sissy, to be made fun of by others, to allow others to ride on your heads. ഇന്ന് നിങ്ങളെ തന്നെ താഴ്ത്തുക എന്ന് പറഞ്ഞാൽ നിങ്ങൾ മറ്റുള്ളവരുടെ മുൻപാകെ ഒരു ഭീരുവായ വ്യക്തി, മറ്റുള്ളവർ നിങ്ങളുടെ തലയിൽ കയറുന്നു, നിങ്ങൾ ഒന്നിനും മറുപടി നൽകാത്തവൻ, മറ്റുള്ളവരുടെ മുൻപാകെ വെറും നിസാരൻ, എല്ലാവരാലും പരിഹസിക്കപ്പെടുന്നതായ ഒരു വ്യക്തി. So sometimes we get excited and we want to show who we are.
എന്നാൽ ഇത് നിമിത്തമായി നാം ആവേശഭരിതരായി തീർന്ന് നാം ആരെന്ന് തെളിയിച്ച് കാണിക്കുവാൻ ശ്രമിക്കുന്നു. But if we show who we are, we can't be part of this army that's going to inherit the earth. എന്നാൽ നാം ആരെന്ന് കാണിക്കുവാൻ ശ്രമിച്ചാലോ ഈ സൈന്യത്തിന്റെ ഭാഗമായി തീരുവാനോ ഭൂമിയെ അവകാശമാക്കുവാനോ കഴിയുകയില്ല. How many want humility? എത്ര പേർക്ക് താഴ്മ വേണം? Humble people will easily go and ask pardon to others. താഴ്മയുള്ള ആളുകൾ മറ്റുള്ളവരോട് ചെന്ന് വളരെ എളുപ്പത്തിൽ ക്ഷമ ചോദിച്ചിട്ട് വരും. Humble people will never say, "Oh, why I didn't do any wrong. Why should I go and ask sorry?" ഞാനൊരു തെറ്റും ചെയ്തില്ലല്ലോ, പിന്നെ ഞാനെന്തിന് ക്ഷമ ചോദിക്കണമെന്ന് താഴ്മയുള്ളവർ പറയുകയില്ല. Humble people, even if they've not done any wrong, they will love peace and they will humble themselves as though they have done the wrong, and they will go and ask pardon. താഴ്മയുള്ള ആളുകൾ യാതൊരു തെറ്റും ചെയ്തില്ലെങ്കിലും അവർ സമാധാനത്തെ ഇഷ്ടപ്പെട്ടിട്ട് തങ്ങളാണ് തെറ്റ് ചെയ്തവർ എന്ന നിലയിൽ അവർ ചെന്ന് ക്ഷമ ചോദിക്കും. Humble people will never say, "Look at what he has done to me. I will never forgive him. Even if I go to hell, never mind. I won't forgive." അത് താഴ്മയുള്ളവർ അവൻ എന്നോട് ചെയ്തെന്തെന്ന് നോക്കുക, അവൻ ഞാനൊരു തെറ്റും ചെയ്തില്ല, നരകത്തിൽ പോയാലും ഞാൻ അവനോട് ക്ഷമിക്കുകയില്ലെന്ന് പറയുകയില്ല. Let us put down our swords and our weapons. ആകയാൽ നമ്മുടെ വാള്, നമ്മുടെ ആയുധത്തെ നമുക്ക് താഴെയിടാം. Let's put down our hatred and our bitterness. നമ്മുടെ കയ്പ്, നമ്മുടെ വിദ്വേഷത്തെ താഴേക്കിടാം. Let's put down our self-justifications. സ്വയം നീതീകരണങ്ങളെ നമുക്ക് ഇട്ടുകളയാം. Let's not say, "I have this person, I have that person, I have this money, and I have this, I can do this to that person," and so on. ഞാൻ ഇന്ന ആളാണ്, ഇന്ന നിലയിലുള്ളവനാണ്, എനിക്ക് ഇന്നതായ കഴിവുകളുണ്ട്, അവനോട് എന്ത് വേണമെങ്കിലും ചെയ്യാൻ പറ്റും എന്നൊന്നും പറയരുത്. Let's put down our powers. നമ്മുടെ ശക്തികളെ, അധികാരങ്ങളെ താഴെയിടാം. Let's put down our money. നമ്മുടെ പണത്തെ താഴേക്കിട്ട് കളയാം. Let's put down the power of the tongue. നമ്മുടെ നാവിന്റെ ബലത്തെ താഴെയിട്ട് കളയാം. And let's humble ourselves before Jesus. യേശുവിന്റെ മുൻപാകെ നമുക്ക് നമ്മെ താഴ്ത്താം. He humbled himself and faced injustice. അവൻ തന്നെ തന്നെ താഴ്ത്തി, അവന് ന്യായമില്ലാത്തവനെ പോലെയായി. How many want that garment of humility? നോക്കുക, എത്ര പേർക്ക് ഈ താഴ്മയുടെ വസ്ത്രം വേണം? Let's put up our right hands. വലം കൈ ഉയർത്താം. With our hands lifted up, 1 minute shall we pray to Jesus. ഉയർത്തപ്പെട്ട കരങ്ങളുമായി ഒരു നിമിഷം നമുക്ക് യേശുവിനോട് പ്രാർത്ഥിക്കാമോ? Lord, I want that grace to humble myself. കർത്താവേ, എന്നെ തന്നെ താഴ്ത്തുവാനുള്ള കൃപയെ എനിക്ക് നൽകണമേ. Lord, I want that grace to go through injustice. കർത്താവേ, അനീതിയിലൂടെ പോകുവാനുള്ള കൃപ എനിക്ക് വേണം. Lord, I want that grace to love my enemies. എന്റെ ശത്രുവിനെ സ്നേഹിക്കുവാനുള്ള കൃപ എനിക്ക് വേണം. 1 minute, let's lift up our voices and pray. ഒരു നിമിഷം സ്വരം ഉയർത്തി പ്രാർത്ഥിക്കാം. As we lift up our voices and pray, സ്വരം ഉയർത്തി നാം പ്രാർത്ഥിക്കുമ്പോൾ an army is being formed. ഒരു സൈന്യം ഉരുവാകുന്നു. An army is going to be formed. ഒരു സൈന്യം ഉരുവാക്കപ്പെടുന്നു. We are going to come back with Jesus to this earth. നാം യേശുവിനോടൊത്ത് ചേർന്ന് ഈ ഭൂമിയിലേക്ക് തിരിച്ചു വരും. In a few minutes, the battle of Armageddon will be over. ചില നിമിഷങ്ങൾക്കുള്ളിൽ ഹർമഗദോൻ യുദ്ധം തീരും. And the meek shall inherit the earth. സൗമ്യതയുള്ളവർ ഭൂമിയെ കൈവശമാക്കും. Today you humble yourself. എന്ന് നീ നിന്നെ താഴ്ത്തുക. Today you keep quiet. എന്ന് നീ മിണ്ടാതിരിക്കുക. Today allow yourself to get that bad reputation. എന്ന് ആ ദുഷ്കീർത്തി ലഭിക്കുവാൻ ഇടം കൊടുക്കുക. In a few years you are going to sit on a throne in this world. ചില വർഷങ്ങൾക്കുള്ളിൽ ഈ ലോക സിംഹാസനത്തിൽ നീ ഇരിക്കും. You are going to be given cities and states to rule over. അത് നിനക്ക് ഭരിക്കുക നഗരങ്ങൾ, പട്ടണങ്ങൾ നൽകപ്പെടും. I can feel the Holy Spirit moving in our midst. പരിശുദ്ധാത്മാവിടെ പരിവർത്തിക്കുന്നത് ഞാൻ മനസ്സിലാക്കുന്നു. An anointing is coming down. ഒരു അഭിഷേകം ഇറങ്ങി വരുന്നു. It's coming down for those who lifted up their hands wanting humility. കരം ഉയർത്തി താഴ്മയെ ചോദിച്ചവർക്കായി അഭിഷേകം വരുന്നു. An anointing is coming down to take away our pride and clothe us with that humility. നമ്മുടെ നിഗളത്തെ എടുത്തു മാറ്റി താഴ്മ ധരിപ്പിക്കുവാൻ ഒരു അഭിഷേകം വരുന്നു. This anointing will help you to see your enemy clearly. നിന്റെ ശത്രുവിനെ വ്യക്തമായി കാണുവാൻ ഈ അഭിഷേകം നിന്നെ സഹായിക്കും. In this anointing, ഈ അഭിഷേകത്തിൽ there is a grace to forgive. ക്ഷമിക്കുവാനുള്ള ഒരു കൃപ ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. In this anointing, ഈ അഭിഷേകത്തിൽ there is a grace to face injustice. അനീതിയെ അഭിമുഖീകരിക്കുവാനുള്ള കൃപയുണ്ട്. In this anointing, ഈ അഭിഷേകത്തിൽ there is a grace to love your enemy. നിന്റെ ശത്രുവിനെ സ്നേഹിക്കുവാനുള്ള കൃപയുണ്ട്. In this anointing, ഈ അഭിഷേകത്തിൽ there is a grace to do good to them that hate you. നിന്റെ
Listen. ശ്രദ്ധിക്കണമേ. While this whole world is in confusion and warfare, as they get together to take control of Jerusalem, look above. An army is coming down. There's no weapon in their hands. While they were on earth, they learned to put down their weapons. An army of humble people. An army clothed with a robe of meekness. They will come down. The Antichrist will burn. His armies will burn. The Chinese armies will burn. And the army of meek people will rule this world. That anointing that is going to be upon them in that day is coming down now. Hallelujah. Hallelujah. അർപ്പിക്കുന്നേ എൻ ജീവിതം യേശുവേ നിനക്കായി. അർപ്പിക്കുന്നേ എൻ ജീവിതം യേശുവേ നിനക്കായി. താഴ്മയിലും വിശുദ്ധിയിലും അങ്ങയെ സേവിച്ചിടാം, അങ്ങയെ സേവിച്ചിടാം. താഴ്മയിലും വിശുദ്ധിയിലും അങ്ങയെ സേവിച്ചിടാം, അങ്ങയെ സേവിച്ചിടാം. പകരണമേ എന്നിൽ പകരണമേ സിയോനിൽ നിന്നും ആത്മാവിനെ പുതുക്കണമേ എന്നിൽ പുതുക്കണമേ വിശുദ്ധീനാത്മാവിനെ. പകരണമേ എന്നിൽ പകരണമേ സിയോനിൽ നിന്നും ആത്മാവിനെ പുതുക്കണമേ എന്നിൽ പുതുക്കണമേ വിശുദ്ധീനാത്മാവിനെ. പകരണമേ എന്നിൽ പകരണമേ സിയോനിൽ നിന്നും ആത്മാവിനെ പുതുക്കണമേ എന്നിൽ പുതുക്കണമേ വിശുദ്ധീനാത്മാവിനെ. പകരണമേ എന്നിൽ പകരണമേ സിയോനിൽ നിന്നും ആത്മാവിനെ പുതുക്കണമേ എന്നിൽ പുതുക്കണമേ വിശുദ്ധീനാത്മാവിനെ. പകരണമേ എന്നിൽ പകരണമേ സിയോനിൽ നിന്നും ആത്മാവിനെ പുതുക്കണമേ എന്നിൽ പുതുക്കണമേ വിശുദ്ധീനാത്മാവിനെ. പകരണമേ എന്നിൽ പകരണമേ സിയോനിൽ നിന്നും ആത്മാവിനെ പുതുക്കണമേ എന്നിൽ പുതുക്കണമേ വിശുദ്ധീനാത്മാവിനെ. Hallelujah. 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 Praise the Lord, praise the Lord, praise the Lord. Praise the Lord, praise the Lord, praise the Lord. From the beginning of our Bible studies, Lord was moving in our midst.
in different ways, and he was revealing his counsel to us every day. നമ്മുടെ വേദപാഠത്തിന്റെ പ്രാരംഭം തുടങ്ങി ഇന്നയോളം പല വിധങ്ങളിലായി കർത്താവ് നമ്മുടെ ഇടയിൽ പരിവർത്തിച്ചു കൊണ്ടിരുന്നു. തന്റെ ആലോചനയെ വ്യത്യസ്ത രീതികളിലായി ഈ നാളുകളിൽ ദൈവം നമുക്ക് വെളിപ്പെടുത്തുകയും ചെയ്തു. And at the conclusion, we have come to the conclusion of our blessed Bible study. ഇപ്പോൾ നമ്മുടെ അനുഗ്രഹിക്കപ്പെട്ട വേദപാഠങ്ങളുടെ സമാപന ഘട്ടത്തിലേക്ക് നാം വന്നെത്തിയിരിക്കുന്നു. This 4 days Bible study is concluded in 2-3 words. ഈ 4 ദിവസങ്ങളിലെ വേദപാഠങ്ങൾ മുഴുവനുമായി ഇപ്പോൾ 2-3 വാക്കുകളിലായി ഉള്ളടക്കം ചെയ്ത് ചുരുക്കിയിരിക്കുന്നു. Humble yourselves in the presence of the Lord. ദൈവത്തിന്റെ സന്നിധാനത്തിൽ നിങ്ങളെ താഴ്ത്തുവിൻ. Wear the garment of humility. താഴ്മയുടെ അങ്കിയെ ധരിച്ചുകൊള്ളുവിൻ. Become an army of humility. താഴ്മയുടെ സൈന്യത്തിൽ സൈനികരായിക്കൊള്ളുവിൻ. With these messages only, our messages was concluded at the end of our Bible studies. നമ്മുടെ വേദപാഠങ്ങളുടെ അവസാനത്തിൽ ദൂത് സമാപിച്ചത് ഈ വാക്കുകളോട് കൂടെയായിരുന്നു. So let us humble ourselves in the presence of the Lord. ആകയാൽ ദൈവ സന്നിധാനത്തിൽ നമുക്കും നമ്മെ താഴ്ത്താം. Let us become an army of humility. നമുക്കും താഴ്മയുടെ സൈന്യമായി മാറാം. Let us wear the garment of humility. താഴ്മയുടെ അങ്കിയെ ധരിച്ചവരായി തീരാം. For such a group of people, our Lord is coming very soon. അങ്ങനെയുള്ള ജനങ്ങളെ ചേർക്കുവാൻ വേണ്ടി നമ്മുടെ യേശു വെളിപ്പെടുവാൻ പോകുന്നു. He is coming for the people who are standing in humility and holiness. താഴ്മയിൽ നിൽക്കുന്നവരെ ചേർക്കുവാൻ വേണ്ടി, വിശുദ്ധിക്കായി നിൽക്കുന്നവരെ ചേർക്കുവാൻ വേണ്ടിയാകുന്നു യേശു വരുവാൻ പോകുന്നത്. 3.5 years disciples did the ministry with the master, but at the end of their ministry they are asking a question to the master. ശിഷ്യന്മാർ 3.5 വർഷക്കാലം ഗുരുവിനോടുകൂടെ നടന്ന് എല്ലാ ശുശ്രൂഷകളിലും പങ്കാളികളായി അവസാനം ഘട്ടത്തിൽ അവർ യേശുവിനോട് ഒരു ചോദ്യം ഇങ്ങനെ ഉന്നയിക്കുന്നു. Tell us, what shall be the sign of thy coming? കർത്താവേ, നിന്റെ മടങ്ങി വരവിന്റെ അടയാളം എന്ത്? Tell us, what is the sign of the end of the world? കർത്താവേ, ലോക അവസാനത്തിന്റെ അടയാളം എന്ത്? These questions were in the depth of their heart all these days. ആ നാളുകളിൽ ഉടനീളം അവരുടെ ഹൃദയത്തിന്റെ അടിത്തട്ടിൽ ഈ ചോദ്യങ്ങൾ മറഞ്ഞു കിടക്കുന്നുണ്ടായിരുന്നു. When the master heard those questions, he was so happy to answer them for the 2 questions. ശിഷ്യന്മാരുടെ ചോദ്യങ്ങൾ കേട്ടപ്പോൾ അതിന് മറുപടി പറയുവാൻ യേശു അത്യന്തം സന്തുഷ്ടനായി തീർന്നു. 24th chapter, 25th chapter, completely the answer of our master is coming. നമ്മുടെ കർത്താവിന്റെ മറുപടിയെ നമ്മെ മത്തായിയുടെ സുവിശേഷം 24-25 അധ്യായങ്ങളിൽ മുഴുവനുമായി വായിക്കുന്നു. And also in these 4 days also we were hearing the part of those 2 questions. ഈ 4 ദിവസങ്ങളിലുമായി നാം കേട്ടുകൊണ്ടിരുന്നത് ആ 2 ചോദ്യങ്ങളുടെ മറുപടിയുടെ ഭാഗങ്ങളായിരുന്നു. What shall be the sign of the coming of our Lord? കർത്താവിന്റെ മടങ്ങി വരവിന്റെ അടയാളങ്ങൾ എന്തെല്ലാം ആയിരിക്കും? What is the sign of the end of the world? ലോക അവസാനത്തിന്റെ ലക്ഷണങ്ങൾ എന്തെല്ലാം ആയിരിക്കും? Dear children of God, we have come to the end of the world. പ്രിയ ദൈവജനമേ, നാം ലോക അന്ത്യത്തിലേക്ക് വന്നെത്തി കഴിഞ്ഞിരിക്കുന്നു. All these days you are hearing so many signs which is taking place in the world, in the nature, in the church. ഇത്രയും സമയങ്ങളിലായി നാം ലോകത്തിലും ദൈവസഭയ്ക്കകത്തും പ്രകൃതിയിലും സംഭവിച്ചു കൊണ്ടിരിക്കുന്നതായ അന്ത്യകാല അടയാളങ്ങളെ കുറിച്ച് കേട്ടുകൊണ്ടിരുന്നു. So let us humble ourselves. ആകയാൽ നമുക്ക് നമ്മെ താഴ്ത്താം. Let us wear the garment of humility. താഴ്മയുടെ അങ്കിയെ നമുക്ക് എല്ലാവർക്കും ധരിക്കാം. Let us become an army of humility. നമുക്ക് എഴുന്നേൽക്കാം, താഴ്മയുടെ സൈന്യമായി മാറാം. Our Lord is going to appear very soon. നമ്മുടെ യേശു അതിവേഗം വെളിപ്പെടുവാൻ പോകുന്നു. And in the same chapter, Lord is telling one verse to them. അതേ അധ്യായത്തിൽ യേശു ശിഷ്യന്മാരോട് ഒരു വാക്ക് കൂടെ പറഞ്ഞിരിക്കുന്നു. Therefore be you also ready. ആകയാൽ നിങ്ങളും ഒരുങ്ങിയിരിപ്പിൻ. For such an hour as you think not, Son of Man cometh. നിങ്ങൾ നിനച്ചിരിക്കാത്ത ഒരു നാഴികയിൽ മനുഷ്യപുത്രൻ വരുന്നത് കൊണ്ട്. That's what our Lord is also telling us. നമ്മുടെ കർത്താവ് ഈ വേളയിൽ നമ്മോടും പറയുന്നത് ഇതാകുന്നു. Therefore be you also ready. ആകയാൽ നിങ്ങളും ഒരുങ്ങിയിരിപ്പിൻ. Our Lord is coming very soon. നമ്മുടെ കർത്താവ് വേഗം വരുവാൻ പോകുന്നു. At the time we think not, our Lord will appear. നാം നിനച്ചിരിക്കാത്ത ഒരു നാഴികയിൽ നമ്മുടെ യേശു പ്രത്യക്ഷനാകും. So let us humble ourselves and let us stand in holiness and be ready for that day. ആകയാൽ നമുക്ക് നമ്മെ താഴ്ത്താം, വിശുദ്ധിയിൽ ഉറച്ചു നിൽക്കാം, ആ നാടിനായി തയ്യാറെടുത്ത് കാത്തിരിക്കാം. നിനയാത്ത നേരത്തിൽ
വരുന്നൊരു പ്രിയനെ എതിരേൽക്കുവാൻ സദാ ഉണർവോടിരിക്കണേ. നിനയാത്ത നേരത്തിൽ വരുന്നൊരു പ്രിയനെ എതിരേൽക്കുവാൻ സദാ ഉണർവോടിരിക്കണേ. നിനയാത്ത നേരത്തിൽ വരുന്നൊരു പ്രിയനെ എതിരേൽക്കുവാൻ സദാ ഉണർവോടിരിക്കണേ. നിനയാത്ത നേരത്തിൽ വരുന്നൊരു പ്രിയനെ എതിരേൽക്കുവാൻ സദാ ഉണർവോടിരിക്കണേ. നിനയാത്ത നേരത്തിൽ വരുന്നൊരു പ്രിയനെ എതിരേൽക്കുവാൻ സദാ ഉണർവോടിരിക്കണേ. നിനയാത്ത നേരത്തിൽ വരുന്നൊരു പ്രിയനെ എതിരേൽക്കുവാൻ സദാ ഉണർവോടിരിക്കണേ. നിനയാത്ത നേരത്തിൽ വരുന്നൊരു പ്രിയനെ എതിരേൽക്കുവാൻ സദാ ഉണർവോടിരിക്കണേ. നിനയാത്ത നേരത്തിൽ വരുന്നൊരു പ്രിയനെ എതിരേൽക്കുവാൻ സദാ ഉണർവോടിരിക്കണേ. നിനയാത്ത നേരത്തിൽ വരുന്നൊരു പ്രിയനെ എതിരേൽക്കുവാൻ സദാ ഉണർവോടിരിക്കണേ. നിനയാത്ത നേരത്തിൽ വരുന്നൊരു പ്രിയനെ എതിരേൽക്കുവാൻ സദാ ഉണർവോടിരിക്കണേ. Amen, amen, amen. പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളുടെ സ്വർഗ്ഗപിതാവേ, ഞങ്ങളങ്ങേക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളങ്ങ് സ്തുതിക്കുന്ന പിതാവേ, ഞങ്ങളെ സ്നേഹിക്കുന്നതിനാൽ, ഈ ദേശത്തെ സ്നേഹിക്കുന്നതിനാൽ, ഇങ്ങനെയൊരു ബൈബിൾ ക്ലാസ് ഞങ്ങൾക്ക് തന്നതിനാൽ ഞങ്ങൾ അവിടുത്തേക്ക് നന്ദിയോട് സ്തോത്രം ചെയ്യുന്ന കർത്താവേ, ഈ കൂട്ടത്തിൻ്റെ ആരംഭ സമയം മുതൽ ഈ അവസാന സമയം വരെയും നിന്റെ കരം കൂടിയിരുന്നു, നിന്റെ സാന്നിധ്യം കൂടിയിരുന്നു. നിന്റെ മഹിമയോട് നീ കൂട്ടങ്ങളെല്ലാം നടത്തിയതിനാൽ അവിടുത്തേക്ക് നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, അങ്ങേ സ്തുതിക്കുന്നു. ഓരോ ദിവസവും നിന്റെ വചനത്തിൻ്റെ ആഴമായ സത്യങ്ങളെ, വരുവാനുള്ള സംഭവങ്ങളെ കുറിച്ച് ഞങ്ങളെ അറിയിച്ചുകൊണ്ടിരുന്നതിനാൽ ഞങ്ങൾ നിന്നെ വാഴ്ത്തുന്നു. കർത്താവെ, ഈ ദിവസങ്ങളിലായി നിന്റെ വചനങ്ങൾ കേട്ട് എല്ലാവരും ഈ വചനത്തിലെത്തണം. നിന്റെ ഇതപ്രകാരം ഒരു ജീവിതം ചെയ്യുന്നതിന് ദൈവത്തോടൊരു സമർപ്പണ ജീവിതം ചെയ്ത് ഒരു പുതിയ അനുഭവത്തോട് കടന്നു പോകാൻ സഹായിക്കണമേ. ഇനി ദിവസങ്ങളായി വചനം കേട്ടവരിൽ രക്ഷിക്കപ്പെടാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ നീ അവരെ രക്ഷയിലേക്ക് കൊണ്ടുവരണമേ. നിന്റെ സത്യമായ അനുഗ്രഹത്തിന് അവരെ നീ യോഗ്യരാക്കണമെന്ന് അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ ജീവിതത്തെ വിശദീകരിപ്പാൻ ഞങ്ങൾക്ക് സഹായിക്കണമേ. ബാബലോന്യമായ മ്ലേച്ഛമായ അന്തരീക്ഷത്തിൽ വിടുവിക്കപ്പെട്ടവരായി ബാബലോന്യ വസ്ത്രങ്ങളിൽ നിന്ന്, ആഡംബരങ്ങളിൽ നിന്ന്, മോഹങ്ങളിൽ നിന്ന്, അശുദ്ധമായ എല്ലാ കാര്യങ്ങളിൽ നിന്നും വേർപെട്ട് ജീവിപ്പാൻ എല്ലാ പ്രിയപ്പെട്ടവർക്കും സഹായിക്കണമേ. അത് ഞങ്ങൾക്ക് ഏവർക്കും നിന്റെ കൃപയായി ദാനം ചെയ്യണമെന്ന് അങ്ങയോട് പ്രാർത്ഥിക്കുന്ന കർത്താവേ, നിന്റെ ദിവ്യ സ്വഭാവത്തെ പ്രാപിച്ചവരായി തീരുവാനും നിന്നോടുകൂടെ കാണപ്പെടുവാനും അടികൾക്ക് ഏവർക്കും സഹായിക്കണമേ. നിന്റെ താഴ്മ ധരിച്ചവരായി തീരുവാൻ, താഴ്മയുടെ വസ്ത്രം ധരിച്ചവരായി, വിശുദ്ധിയുടെ വസ്ത്രം ധരിച്ചവരായി, വിശുദ്ധിയുടെ പൂർണ്ണതയിലേക്ക് കടന്നു പോകേണ്ടതിന് അടിയങ്ങൾക്ക് ഏവർക്കും സഹായിക്കണമേ. നിന്റെ വിശുദ്ധിയുടെ അലങ്കാര വസ്ത്രത്തോടെ നിന്റെ മഹിമയിൽ കാണപ്പെടുവാൻ സഹായിക്കണമെന്ന് പ്രാർത്ഥിച്ച് എല്ലാ പ്രിയപ്പെട്ടവരെ കയ്യിൽ വരമേൽപ്പിക്കുന്നു. നിന്റെ അനുഗ്രഹത്തോടയക്കണമേ. തിരുനാമം മഹത്വപ്പെടുത്തണമേ. ഈ ദിവസങ്ങൾ ഈ ശുശ്രൂഷയ്ക്കായി നിന്റെ ദാസന്മാരെ നീ ശക്തീകരിച്ചതിനാൽ, നിന്റെ ശക്തി അവരുടെ മേലുണ്ടായിരുന്നതിനാൽ ദൈവമേ നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. ഇനി അധികം കൃപയും ശക്തിയുള്ളവരായി തീരുവാൻ നിന്റെ മക്കൾക്കും സഹായിക്കണമേ. ഈ ദേശത്തിന് അനുഗ്രഹമാക്കണമേ. ന്യായവിധിയിൽ നിന്ന് ഈ ദേശം വിടുവിക്കപ്പെട്ടതായി നിന്റെ മഹിമയിൽ അനേകം കാണപ്പെടുവാൻ ഒരു കേണമെന്നും പ്രാർത്ഥിച്ച് അടിയങ്ങളെ താഴ്ത്ത് നിന്റെ കരുത്തിൽ ഏൽപ്പിക്കുന്നു. അങ്ങയുടെ തിരുനാമം മഹത്വപ്പെടുത്തണമേ. യേശുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്ന പിതാവേ.
നമ്മൾ ബൈബിൾ സ്റ്റഡികളുടെ ആരംഭം മുതൽ ഇതുവരെയും കർത്താവ് നമുക്ക് തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കായി സ്തോത്രം ചെയ്യാം. പല സ്ഥലങ്ങളിൽ നിന്നും പ്രിയപ്പെട്ടവരെല്ലാം കൊണ്ടുവന്നതിനായി സ്തോത്രം ചെയ്യാം. മറവായ മർമ്മങ്ങൾ വെളിപ്പെടുത്തുവാൻ തന്നെ ദാസന്മാരെ കൊണ്ടുവന്നതിനാൽ സ്തോത്രം ചെയ്യാം. പ്രകൃതിയെ നമുക്ക് അനുകൂലമാക്കി തന്നതിനായി സ്തോത്രം ചെയ്യാം. കർത്താവിന്റെ വരവിന്റെ അടയാളങ്ങൾ നമ്മെ കേൾപ്പിച്ചതിനായി സ്തോത്രം ചെയ്യാം. ഈ ലോകാവസാനത്തിന്റെ അടയാളങ്ങൾ നമ്മെ കേൾപ്പിച്ചതിനായി സ്തോത്രം ചെയ്യാം. താഴ്മയുള്ളവരായ വിശുദ്ധിയോടെ തന്റെ വരവിനായി എപ്പോഴും ഒരുങ്ങിയിരിക്കാനുള്ള കൃപയ്ക്കായി സ്തോത്രം ചെയ്യാം. കർത്താവേ, നല്ല സമയത്തിനായി അങ്ങേ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ ബൈബിൾ സ്റ്റഡികളുടെ ആരംഭം മുതൽ ഈ അവസാന നിമിഷം വരെയും നിന്റെ സാന്നിധ്യവും അനുഗ്രഹങ്ങളും തേജസ്സും നീ ഞങ്ങളുടെ മധ്യേ തന്നതിനായി സ്തോത്രം. മറവായ മർമ്മങ്ങളെ വെളിപ്പെടുത്തുവാൻ ഞങ്ങൾ ദാസന്മാരെ അയച്ചു തന്നതിനാൽ സ്തോത്രം. ഞങ്ങൾ കേട്ട വചനപ്രകാരം താഴ്മയോടുകൂടെ തിരുസന്നിധിയിൽ ജീവിപ്പാൻ ഓരോരുത്തർക്കും സഹായിക്കണമേ. താഴ്മയുടെ വസ്ത്രം ധരിച്ചവരായി, താഴ്മയുടെ സൈന്യമായി നിന്നെ കാത്തിരിപ്പാൻ എല്ലാവർക്കും സഹായിക്കണമേ. താഴ്മയിലും വിശുദ്ധിയിലും നിന്ന് പൂർണ്ണമായി നിന്റെ ഇഷ്ടം നിറവേറ്റി എപ്പോഴും നിന്റെ വരവിനായി ഒരുങ്ങിയിരിപ്പാൻ എല്ലാ പ്രിയപ്പെട്ടവർക്കും സഹായിക്കും. തിരുനാമം എല്ലാവരും മഹത്വപ്പെടുത്തും. യേശുവിൻ നാമത്തിൽ അപേക്ഷിച്ചു കൊള്ളുന്നു. സ്തോത്രം ചെയ്യാം. അവസാനിപ്പിക്കുന്നതിന് മുൻപ് ഒരറിയിപ്പ് നമ്മുടെ കൊച്ചുഭാഷ നിങ്ങളെ അറിയിച്ചത് തന്നെയാണ്. ഞായറാഴ്ച വൈകിട്ട് 5 മണിക്ക് നമ്മുടെ കറ്റോട് കൺവെൻഷൻ ഗ്രൗണ്ടിൽ പുതിയ വിശ്വാസ വീടിൻ്റെ അങ്കണത്തിൽ ഒരു സുവിശേഷ യോഗം ഉണ്ടായിരിക്കും. അതിനായി വീണ്ടും നിങ്ങളെ എല്ലാവരെയും ക്ഷണിച്ചുകൊള്ളുന്നു. ആ യോഗത്തിന്റെ എല്ലാ അനുഗ്രഹങ്ങൾക്കായി സ്തോത്രം ചെയ്യാം. കർത്താവ് നമുക്ക് തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കായി വീണ്ടും സ്തോത്രം ചെയ്യാം. എപ്പോഴും അവന്റെ വരവിനായി ഒരുങ്ങിയിരിക്കാൻ എല്ലാവർക്കും സഹായിപ്പാനായി സ്തോത്രം. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാ ദൈവത്തിന്റെ സഹവാസവും നാം ഓരോരോടും അവന്റെ വരവരെയും കൂടെ ഇരിക്കുമാറാകട്ടെ. പ്രാർത്ഥന ആവശ്യമുള്ളവർ മുൻപോട്ട് കടന്നു വരിക, വിശ്വാസത്തോടെ കടന്നു വരിക. അന്ത്യദൂതു കേട്ടിടുന്നു വന്നു ചേരുക, ഫോണിന്റെ മുൻപിലാണ് ലഭിക്കുന്നത്. ഫോണിന്റെ മുൻപിൽ ലഭിക്കുന്ന പ്രാർത്ഥന ആവശ്യം വിശ്വാസം കടന്നു വരിക. പ്രാർത്ഥന ആവശ്യമുള്ള വിശ്വാസം പ്രാർത്ഥന ആവശ്യം വാതിലടയാൻ സമയം ആസന്നമായി, നിനാശമാകല്ലേ. പ്രാർത്ഥന ആവശ്യം വിശ്വാസത്തോടെ സകല പ്രശ്നങ്ങളും പരിഹാരക്കുകയോ വിശ്വാസമാണ് വരിക. ഈ വലിയ രക്ഷയെ വിട്ടുപോകയോ. പ്രാർത്ഥന ആവശ്യം വിശ്വാസത്തോടെ വരിക. നിൽക്കുന്നില്ല ദൈവകൃപ മത്സരിക്കാതെ വരിക. കർത്താവ് എവിടെ മത്സരിക്കുകിൽ മാതിക്കില്ല ദൈവത്താവ് ഏതു നേരത്തും വാദിക്കില്ല ദൈവത്താവ് ഏതു നേരത്തും ഈ വലിയ രക്ഷയെ നീ വിട്ടുപോകയോ നഷ്ടമാക്കയോ. ഈ വലിയ രക്ഷയെ നീ വിട്ടുപോകയോ നഷ്ടമാക്കയോ. ഹല്ലേലൂയ, ഹല്ലേലൂയ.